മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ EVSലെ പരിസര പഠനത്തിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻസും നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം. പ്ലാന്റ്സിനല്ലേ, നമ്മുടെ സസ്യങ്ങളെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ ടൈപ്സ് ആണെന്ന് ചോദിക്കാം അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണല്ലേ, മൂന്നായിട്ട് ഏതൊക്കെയാണ്? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് അല്ലേ. ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെയാണ് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുള്ളത് അല്ലേ, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെ, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേതാ പേര് ചോദിക്കാം. ഈ ഹെർബ്സ് എന്താണ്, ഷ്രബ്സ് എന്താണ്, ട്രീസ് ആണല്ലേ, മൂന്നും തമ്മിൽ ഓരോ വ്യത്യാസങ്ങൾ അല്ലേ, അത് എഴുതാൻ ചോദിക്കും. അപ്പോൾ ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ചെടികളാണ്, ട്രീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചെടികളാണ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ചെടികളാണ് ഷ്രബ്സിലെ കുറ്റിച്ചെടികൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചിത്രം നോക്കുക അല്ലേ, ഏറ്റവും ചെറുതല്ലേ ചീര, അങ്ങനത്തെ സസ്യ ഔഷധ ചെടികളാണ് ഹെർബ്സ് എന്ന് പറയുന്നത് അല്ലേ. മരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മാംഗോ ട്രീ അല്ലെ, ജാക്ക് ഫ്രൂട്ട് ട്രീ, അങ്ങനത്തെ ട്രീസ് ഇല്ലേ, മരങ്ങൾ, അത് വലുതല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള കുറ്റിച്ചെടികളാണ് ഷ്രബ്സ് അല്ലേ. നമ്മുടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹിബിസ്കസ്, റോസ് അല്ലേ, ചെമ്പരത്തിയും റോസാപ്പൂവിൻ്റെ ചെടിയൊക്കെ എന്താണ്? കുറ്റിച്ചെടികളാണ് അല്ലേ, ഷ്രബ്സ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സൈസ് അല്ലേ, മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ്. ഇത് വെരി സ്മോൾ പ്ലാന്റ്സ് ആണ് അല്ലേ, ഹെർബ്സ് ഔഷധികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്താണ്? ഡീപ്പ് റൂട്ട്സ് ഉണ്ടാവില്ല, ആഴത്തിലുള്ള വേരുകൾ ഉണ്ടാവില്ല, ചെറുതാണ്. അതുകൊണ്ട് തന്നെ തിന്നായിട്ടുള്ള സ്റ്റെമ്മാണ് അല്ലേ, വീക്കായിട്ടുള്ള സ്റ്റെം അല്ലേ, ദുർബലമായിട്ടുള്ള സ്റ്റെമ്മാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് സ്പാൻ കുറവായിരിക്കും അല്ലേ. അത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ലേ, നല്ല കട്ടിയില്ലാത്ത സ്റ്റെമ്മാണ് അല്ലേ, ചെറിയ സ്റ്റെമ്മാണ് അല്ലേ, തണ്ടുകളെല്ലാം വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകും, അതായത് നശിച്ചു പോകും. അതായത് അതിൻ്റെ ജീവിതം ആയുസ് കുറവാണല്ലേ, ലൈഫ് സ്പാൻ വളരെ കുറവാണ്. നമ്മുടെ മരങ്ങളാണെങ്കിലോ, ട്രീസ് ആണെങ്കിൽ നല്ല കട്ടിയുള്ള തണ്ടുകളാണല്ലേ, ഹാർഡ് സ്റ്റെമ്മാണ് ഉണ്ടാവില്ലേ, വെരി ഹാർഡ് സ്റ്റെമ്മാണ് അല്ലേ. അപ്പോൾ നല്ല കട്ടിയുള്ള തണ്ടുകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല ഇല്ലല്ല, അത് നശിച്ചു പോവില്ല. അതായത് അതിന് ലൈഫ് സ്പാൻ, അതിൻ്റെ ആയുസ് കൂടുതലാണ്. അതേപോലെ തന്നെ ട്രീസിൽ എന്താണ്? നല്ല റൂട്ട്, ഡീപ്പ് റൂട്ട്സ് അടിയിലേക്ക് ഉണ്ടാവില്ലേ, പെട്ടെന്ന് പൊട്ടിവില്ലേ, വലിയ മരങ്ങളാണല്ലേ മരങ്ങൾ. ട്രീസ് എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളാണ് അല്ലേ, നല്ല തടിയുള്ള തണ്ടും അല്ലേ, അടിയിലേക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് റൂട്ടുകൾ ഉണ്ടാവും. തെങ്ങിൻ്റെ വേരൊക്കെ നിങ്ങൾ അടിയിലേക്ക് കണ്ടിട്ടില്ലേ. അപ്പോൾ ഏറ്റവും വലിയ പ്ലാന്റ്സ് ആണ് എന്ത്? ട്രീസ് എന്ന് പറയുന്നത് അല്ലേ, മരങ്ങൾ. അപ്പോൾ അതിന് ഡീപ്പായിട്ട് താഴേക്ക് റൂട്ടുകൾ, വേരുകൾ ഉണ്ടാവും, നല്ല കട്ടിയുള്ള തണ്ടാണ്. അതുകൊണ്ട് തന്നെ അതെന്താ, പൊട്ടിപ്പോവില്ല, ലൈഫ് സ്പാനും കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും ചെറുതാണ് ഹെർബ്സ് അല്ലേ, എല്ലാം ചെറുത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ് ഷ്രബ്സ് അല്ലേ, കുറ്റിച്ചെടികൾ. അതായത് എല്ലാം മീഡിയം അല്ലേ, അതായത് ഹാർഡ് സ്റ്റെം അല്ലേ, അതായത് കാഠിന്യമുള്ള തന്നെ, വെരി സോഫ്റ്റ് അല്ല, വെരി ഹാർഡും അല്ല, ഹാർഡായിട്ടുള്ള സ്റ്റെം ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്റ്റെമ്മില്ലേ, മീഡിയം സൈസ്, എല്ലാം മീഡിയം. ലൈഫ് സ്പാനും മെനി ഇയേഴ്സിലെ, കുറച്ച് വർഷക്കാലമൊക്കെ ജീവിക്കും, കുറേ വർഷം, മോർ ഇയേഴ്സ് അല്ല, കുറച്ച് തീരെ ഷോർട്ടും അല്ല അല്ലേ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ലൈഫ് സ്പാൻ ആയിരിക്കും. അതുപോലെ നോട്ട് വെരി തിക്ക് ആൻഡ് സ്ട്രോങ് അല്ലേ, ഇതിൻ്റെ ട്രീൻ്റെ അത്രയല്ല, പക്ഷേ തിക്കില്ലേ, ഹാർഡ് സ്റ്റെം എന്ന് എഴുതാം അല്ലേ. ഇത് വെരി ഹാർഡ് സ്റ്റെം എന്ന് എഴുതാം ട്രീൻ്റെത്. ഇതെന്താണ്? വീക്ക് സ്റ്റെമ്മില്ലേ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളത് എന്താണ്? ഹാർഡ് സ്റ്റെമ്മില്ലേ, കട്ടിയുള്ള തണ്ടുകളായിരിക്കും അല്ലേ. നമ്മുടെ ചെമ്പരത്തിയൊക്കെ നോക്കുക അല്ലേ, അതാണ് കട്ടിയുണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, ചീരൻ്റെ മാതിരി പെട്ടെന്ന് പൊട്ടിപ്പോവും. മരത്തിൻ്റെ അത്ര ഉറപ്പില്ല ഇല്ലല്ലോ, ട്രീസിൻ്റെ അത്ര ഉറപ്പില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളത് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ ആൽഫബറ്റിക് ഓർഡർ ഫസ്റ്റ് ലെറ്റർ H അല്ലേ, സെക്കൻഡ് ലെറ്റർ ഇതെന്താണ്? S അല്ലേ, തേർഡ് കാറ്റഗറി വരുന്നത് ട്രീ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ചെറുത് ഹെർബ്സിലെ, എല്ലാം കുറവില്ല, പറ്റ പൊട്ടിപ്പോകുന്ന ദുർബലരായവരാണ് ഹെർബ്സ്. ഇനി ട്രീസിലെ, മരങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഉള്ളതില്ലേ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ ഷ്രബ്സ്, കുറ്റിച്ചെടികളിൽ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതാക്കിയിട്ട് അതിൻ്റെ കാറ്റഗറൈസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഫീച്ചേഴ്സ് ഇല്ലേ, ഇപ്പോൾ ഫീച്ചേഴ്സ് എഴുതാൻ ചോദിക്കും. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്? ഈ സവിശേഷതകൾ എഴുതാനാണ് ഫീച്ചേഴ്സ് ചോദിക്കുന്നത്. അതുപോലെ എന്തൊക്കെ തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തത് അല്ലേ, അതായത് മൂന്നായിട്ടാണ് പ്ലാന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്, ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ചോദിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾ, ഉദാഹരണം എഴുതാൻ ചോദിക്കും. ഹെർബ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഏറ്റവും ചെറുതായിട്ടുള്ള ചെടികളിലെ തുമ്പ, മഷിത്തണ്ട് അല്ലേ, വായ, ചീര, പയർ, തക്കാളി, ഏറ്റവും ചെറിയത്. ട്രീസ്, മരങ്ങളെ ഉദാഹരണം എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാം അല്ലേ, വലിയ മരങ്ങളിലെ മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ബനിയൻ ട്രീ, അതായത് ആൽമരം അല്ലേ, തേക്ക്, മഹാഗണി, അങ്ങനത്തെ ഒക്കെ എഴുതുക അല്ലേ. ഈ കുറ്റിച്ചെടികൾ, ഷ്രബ്സ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു മീഡിയം സൈസുള്ള ഇടത്തരം പ്ലാന്റ്സ് അല്ലേ, അത് ചെമ്പരത്തി, റോസ്, ഇക്സോറ, ജാസ്മിൻ അല്ലേ, മുല്ലപ്പൂ അല്ലേ, ബോഗൻവില്ല, അതൊക്കെ ചെടികളാണ്, കുറ്റിച്ചെടികളാണ്. അപ്പോൾ അത് ഇതിൽ എഴുതുക അല്ലെ, ഔഷധികൾ ആദ്യത്തേൽ എഴുതുക. ഏറ്റവും ലാസ്റ്റുള്ളത് ട്രീസ് അല്ലേ. 2-3 എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക. അതുപോലെ ഒരു പ്ലാന്റ്സിൻ്റെ പാർട്സ് ചോദിക്കാം അല്ലേ, ഫ്ലവർ ഉണ്ട്, ലീഫ് ഉണ്ട്, സീഡ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട് അല്ലേ, റൂട്ട്സ് ഉണ്ട് അല്ലേ, വേര്, ഇല, കായ്, പൂവ്, തണ്ടില്ലേ. ഇതൊന്ന് പഠിച്ചു വെക്കുക അല്ലേ, വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം. അതുപോലെ നമുക്കുള്ള ചുറ്റുമുള്ള പ്ലാന്റ്സ് എല്ലാം ഒരുപോലെയാണോ അല്ലേ, സിമിലർ ആണോ, എന്തൊക്കെ ഡിഫറൻസ് ആണ്, വ്യത്യാസങ്ങളാണുള്ളത്? അതിൻ്റെ സൈസിൽ ഓരോന്നും ഓരോ വലുപ്പമാണല്ലേ, ട്രീസ് വലുതാണ് അല്ലേ, അതിൻ്റെ തണ്ടിൻ്റെ കാഠിന്യം അല്ലേ, അതായത് ഹാർഡ്നെസ് ഓഫ് സ്റ്റെമ്മിലെ, സ്റ്റിഫ്നെസ് സ്റ്റെമ്മിൻ്റെ, അതുപോലെ ലൈഫ് സ്പാൻ, ആയുസിലെല്ലാം വ്യത്യാസമുണ്ട്. എന്തിലൊക്കെയാണ് വ്യത്യാസം? നമ്മുടെ ഹെർബ്സും ഷ്രബ്സും ട്രീസ് ഓർക്കുക അല്ലേ, അതിലെന്തിലൊക്കെയാണ് വ്യത്യാസം? അതിൻ്റെ വലുപ്പത്തിൽ, അതിൻ്റെ സൈസിൽ, അതിൻ്റെ കാഠിന്യം, അതായത് ഹാർഡ്നെസ്സിൽ വ്യത്യാസമുണ്ട്, ലൈഫ് സ്പാനിൽ വ്യത്യാസമുണ്ട് അല്ലേ, അതായത് അതിൻ്റെ എന്താണ്, ഇലകളിലും പൂക്കളിലും നിറങ്ങളിലും എല്ലാം വ്യത്യാസമുണ്ടല്ലേ. എന്തൊക്കെ ഡിഫറൻസ് ആണുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം.
നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും ആ വീഡിയോൻ്റെ ലൈക്ക് ബട്ടൺ അല്ലേ അത് അമർത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നാളത്തെ എക്സാമിന് എന്താണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ. അവരും പഠിക്കട്ടെ, നിങ്ങളും പഠിക്കുക അല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് നാളത്തെ എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നെക്സ്റ്റ് എന്താണ് വള്ളിച്ചെടികളിലെ വൈൻ പ്ലാന്റ്സ് ഉണ്ടാകും. അതായത് ഇങ്ങനെ വള്ളി പോലെ പടരുന്ന ചെടികളിലെ, അതായത് വള്ളിച്ചെടികൾ, അതിനാണ് സ്പ്രെഡ് ലൈക്ക് എ ക്രീപ്പർ അല്ലേ. വള്ളി പോലെ ക്രീപ്പർ പോലെ പടരുന്ന ചെടികളാണ് വള്ളിച്ചെടികൾ അല്ലേ, വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതിനൊറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല, കാനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ അല്ലേ, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, അതിനൊരു സപ്പോർട്ട് വേണം. ഇവിടെ കണ്ടോ ഒരു സ്റ്റാൻഡ് മേലൊക്കെയാണ് വള്ളി പടർത്താൻ നമ്മളെന്താണ് ഒരു മരക്കഷ്ണൊക്കെ വെച്ച് കൊടുക്കാറുണ്ടല്ലേ. അതിനൊറ്റയ്ക്ക് പടർന്ന് പിടിക്കാൻ കഴിയില്ല, അതിനൊരു സപ്പോർട്ട് വേണം അല്ലേ. ദേ കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. അതിനെന്താണ് ഒരു സപ്പോർട്ട് വേണം, ദേ നീഡ് എ സപ്പോർട്ടില്ലേ. അങ്ങനെ എഴുതാം. ദ സ്റ്റെം ഈസ് വീക്കിൽ, അതിൻ്റെ തണ്ട് എന്താണ് വീക്ക് സ്റ്റെമ്മാണില്ലേ, കട്ടിയില്ലാത്ത ഇതാണ് അതിൻ്റെ സ്റ്റെം അറിയുന്നത് ഈ വള്ളികളിലെ. അതായത് അത് വീക്കാണില്ലേ, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ദേ കനോട്ട് സ്റ്റാൻഡ് ഇറക്റ്റില്ലേ. അല്ലെ അത് വേറൊരു സസ്യത്തിൻ്റെ സപ്പോർട്ട് കൂടിയാണ് നിൽക്കുന്നതില്ലേ. ദേ വാണ്ട് സപ്പോർട്ട് എന്ന് എന്ത് വേണേൽ നിങ്ങൾക്ക് എഴുതാം അല്ലേ. സം ഓഫ് ദം ക്ലൈംബ് ഓൺ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ക്ലൈംബ് ചെയ്യില്ല, ഇങ്ങനെ പടരുന്നവയാണ്, ക്ലൈംബിലേക്ക് കയറുന്നവയാണ് ഈ വള്ളിച്ചെടികൾ വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വൈൻ പ്ലാന്റ്സിന്റെ പ്രത്യേകത ചോദിക്കാൻ സാധ്യതയുണ്ട്. ചില സ്കൂളുകളിൽ ഈ മാർച്ചിൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, അവർക്ക് വാട്ടർ പ്ലാന്റ്സിന്റെ പ്രത്യേകതയാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വൈൻ പ്ലാന്റ്സിൻ്റെ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. വള്ളിച്ചെടികൾ തന്നെ 2 തരമുണ്ടല്ലേ, നിലത്ത് പടർന്നു വളരുന്നവയും താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് ഉയർന്നവയും അല്ലെ. വള്ളിച്ചെടികൾ തന്നെ 2 നിലത്ത് ഇങ്ങനെ ഒരു സപ്പോർട്ട്, ഗ്രൗണ്ടിൽ പടരുന്നവയുണ്ട്, ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു സപ്പോർട്ടുമേൽ പടരുന്നവയുണ്ട്, നിലത്ത് വളരുന്നവയുണ്ട്. അങ്ങനെ 2 തരം വൈൻ പ്ലാന്റ്സ് വള്ളിച്ചെടികളുണ്ട്. നെക്സ്റ്റ് വാട്ടർ പ്ലാന്റ്സിലെ ജലസസ്യങ്ങൾ, അതെന്താണ് വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളെയാണ് ജലസസ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഗ്രോ ഇൻ വാട്ടറിലെ, വെള്ളത്തിൽ ഗ്രോ ചെയ്യുന്നവയാണ് വാട്ടർ പ്ലാന്റ്സിൽ. കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെ പഠിക്കാമല്ലേ. ലോട്ടസ്, താമര, ആമ്പലില്ലേ, അങ്ങനത്തെ ഒക്കെ എന്താണ് വെള്ളത്തിലുള്ള ചെടികളാണല്ലേ. ലോട്ടസ്, ആമ്പൽ, താമര അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് എഴുതാം. വാട്ടർ ഹയാസിന്ത്, ലോട്ടസ് അല്ലേ, ബ്ലാക്ക് മോസ്, ഏതെങ്കിലും 2 എക്സാമ്പിൾ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് അല്ലെ. വെള്ളത്തിൽ തന്നെയാണ്, വെള്ളത്തിൻ്റെ സർഫസിലായിരിക്കും ഇതിൻ്റെ ഇല, മുകളിലാണ് ഇല, തണ്ടുകൾ വെള്ളത്തിൻ്റെ താഴേക്കുമാണ് അല്ലേ. അതുപോലെ തന്നെ വലിയ ഇലകളായിരിക്കും ഇതിനുള്ളത് അല്ലേ. താമരൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ നോക്കുക. അതുപോലെ ഒരു വാക്സി കോട്ടിങ്ങിലെ ഒരു മേഘ് പോലുള്ള ആവരണം ഉണ്ടാവും ഇതിൻ്റെ ഇലകൾക്ക് അല്ലേ. അപ്പോൾ ഏതെങ്കിലും 2 പ്രത്യേകതകളും പഠിച്ചു വെക്കുക. ലൈഫ് വിത്തിൻ ദി സീഡ്, ഒരു സീഡിലെ വിത്തിനുള്ളിലെ ജീവൻ, ഒരു വിത്ത് എങ്ങനെ മുളപ്പിക്കും, ഒരു ഗ്ലാസ് എടുത്തിട്ട് വിത്തിട്ടിട്ട് വെള്ളം നനയ്ക്കുക, അതെങ്ങനെയൊക്കെയാണ് ആദ്യം എന്തൊക്കെയാണ് മുളയ്ക്കുന്നത്, ആ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെന്താണ് വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങൾ, അതായത് പ്ലാന്റ് ദാറ്റ് ജെർമിനേറ്റ് ഫ്രം സീഡ്, സീഡ്സ് നിന്നുണ്ടാവുന്ന ചെടികൾ ഏതൊക്കെയാണ്, അതായത് നമ്മൾ വിത്ത് കുഴിച്ചിട്ടുണ്ടാവുന്നത്. നമ്മുടെ വിത്ത് സീഡ്സിലെ വെണ്ടക്ക, പയർ, അതിൻ്റെ ഒക്കെ വിത്തുകളല്ലേ നമ്മൾ കുഴിച്ചിട്ടിട്ട് അത് ചെടിയായി മാറുന്നത്. അങ്ങനെ വിത്തിൽ നിന്നുണ്ടാവുന്ന സസ്യങ്ങളില്ലേ, സീഡ്സ് നിന്നുണ്ടാവുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്. പപ്പായ, പേരക്ക, തണ്ണിമത്തൻ, ജാക്ക് ഫ്രൂട്ട്, മാംഗോ അല്ലേ, ചക്ക, മാങ്ങ, ഇതൊക്കെ എന്താണ് വിത്ത് കുഴിച്ചിട്ടുണ്ടാവുന്ന ചെടികളാണ്. ഇതൊരു വേര് മുളച്ചിട്ടുണ്ടാവുന്ന സസ്യങ്ങൾ, പ്ലാന്റ് ദാറ്റ് ഗ്രോ ഫ്രം റൂട്ട് അല്ലേ, റൂട്ട് നമ്മൾ കുഴിച്ചിട്ടുണ്ടാവുന്ന ഒരു കറിവേപ്പില അല്ലേ, നമ്മുടെ കറി ലീഫ്, ബ്രെഡ് ഫ്രൂട്ട് അല്ലേ, ചീമച്ചക്ക അല്ലേ, ഇതൊക്കെ എന്താണ് നമ്മുടെ വേരോടൊക്കെ കുഴിച്ചിട്ടുണ്ടല്ലേ. വേരോടൊക്കെയുള്ള ചെറിയ തൈകളാണ് നമ്മൾ കുഴിച്ചിടുന്നതില്ല. അപ്പോൾ വേരിൽ നിന്നുണ്ടാവുന്നതില്ലേ, വേര് മുളച്ചുണ്ടാവുന്ന സസ്യങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കറി ലീഫിൽ, കറിവേപ്പില പഠിച്ചു വെക്കുക. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഫ്രം ട്യൂബേഴ്സിലെ, ട്യൂബേഴ്സ് അതായത് കിഴങ്ങ് മുളച്ചുണ്ടാവുന്നത് അല്ലേ. ടാരോ, ചേന, പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, യാമ്, ചേമ്പ്, കിഴങ്ങ്, ഇതൊക്കെ എന്താണ് കിഴങ്ങ് മുളച്ചുണ്ടാവുന്നതാണ്, ട്യൂബേഴ്സ് മുളച്ചുണ്ടാവുന്നതാണ്. അതായത് പൊട്ടാറ്റോ ഉണ്ടാവാൻ എന്താണ് ഈ കിഴങ്ങ് തന്നെ കുഴിച്ചിട്ടിട്ടാണ് ഉണ്ടാവാറില്ല, അതായത് കിഴങ്ങ് മുളച്ചുണ്ടാവുന്നതാണ് ഈ ട്യൂബേഴ്സ് കുഴിച്ചിട്ടിട്ടുണ്ടാവുന്നതാണ് ഇതൊക്കെ. ഇനി അതുപോലെ തണ്ട് മുളച്ചുണ്ടാവുന്നത് അല്ലേ, സ്റ്റെമ്മ് നമ്മൾ കുഴിച്ചിട്ടുണ്ടാവുന്നത്, അതായത് നമ്മുടെ റോസാച്ചെടി, ഹിബിസ്കസ് അല്ലേ, അതൊക്കെ എന്താണ് അതിൻ്റെ കൊമ്പ്, തണ്ടാണ് നമ്മൾ, അതിൻ്റെ സ്റ്റെമ്മാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാറ് അല്ലേ. അപ്പോൾ അത് മുളച്ചുണ്ടാവുന്നത് റോസ്, ഹിബിസ്കസ്, ഇക്സോറ അല്ലേ, അതിൻ്റെ ഒക്കെ കൊമ്പുകളാണ്, ഈ കൊമ്പാണ് നമ്മൾ കുഴിച്ചിട്ടുണ്ടാവുന്നത്. അതുപോലെ ഇല മുളച്ചുണ്ടാവുന്നതില്ലേ, ഇല മുളച്ചുണ്ടാവുന്നത് ഇലമുളച്ചി, അതേപോലെ കറ്റാർവായ, അതൊക്കെ ഇല മുളച്ചിട്ടാണ് ഉണ്ടാവുന്നത് നമ്മൾ. അപ്പോൾ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതായത് ഓരോ പാർട്സിൻ്റെ ഭാഗങ്ങളുടെയും ധർമ്മങ്ങൾ അല്ലേ, അതിൻ്റെ ഓരോ ഫംഗ്ഷൻസ് ഇല്ലേ, സ്റ്റെമ്മിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ലീഫിൻ്റെ ഫംഗ്ഷൻ, റൂട്ടിൻ്റെ അല്ലേ, വേരിൻ്റെ ഒക്കെ ഫംഗ്ഷൻ, അതിൻ്റെ ഉപയോഗം എന്താണ്, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതില്ലേ. അപ്പോൾ ഓരോന്നും ഞാനിങ്ങനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ചെടികൾക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് എവിടെയാണ്, ഇലകളിലാണ് അല്ലേ. അപ്പോൾ അതൊരു 1 വേർഡ് ആയിട്ട് അല്ലേ തെറ്റിച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനില്ലേ, എവിടെയാണ് സ്റ്റെമ്മിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളത് തിരുത്തിയിട്ട് ഇലകളിലാണ് എന്നുള്ളത് ടിക്ക് ചെയ്യണം. ഇലകളിലാണ് ആഹാരം സൂക്ഷിച്ചു വെക്കുന്നത്. അതിനാവശ്യമുള്ളത് ചെടിക്കെടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾക്ക്, സ്റ്റെമ്മിനും ബാക്കിയുള്ള ഭാഗങ്ങൾക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൂട്ടാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് അല്ലേ. ഫിക്സസ് ദി പ്ലാന്റ് ഇൻ ദി സോയിൽ അല്ലേ, ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ശരിയായത് ശരിയിടാനുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ, ടിക്കിടാനുള്ള ക്വസ്റ്റ്യനിലുള്ളതാണല്ലേ. മണ്ണിനെ അല്ലേ, അതായത് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് വേരുകളാണ്. ഈ വേരുകളല്ലേ ഇവിടെ ഉറപ്പിച്ച് നിർത്തുന്നത്, ഈ വേരുകൾ ഉണ്ടായിട്ടാണ് മണ്ണിൽ ഇങ്ങനെ ഉറച്ച് നിൽക്കുന്നത് ഈ പ്ലാന്റ് അല്ലേ. അതുപോലെ തന്നെ വേരിന് വേറൊരു ധർമ്മമുണ്ട്, എന്ത്, മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകവും വലിച്ചെടുക്കുന്നു.
അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസിലെ ജലവും പോഷകങ്ങളും ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യുന്നില്ലേ, വലിച്ചെടുക്കുന്നു, അബ്സോർബ് ചെയ്യുന്നു. റിക്വയർഡ് ഫോർ ദി പ്ലാന്റ് ഫ്രം ദി സോയിൽ, പ്ലാന്റിന് ആവശ്യമായത് മണ്ണിൽ നിന്നും സോയിൽ നിന്നും വലിച്ചെടുക്കുന്നത് ആരാണ്? വേരാണ്. അതുപോലെ മണ്ണിൽ ഈ പ്ലാന്റിനെ നിർത്തുന്നതും ഫിക്സ് ചെയ്യുന്നതും, ഫിക്സസ് ദി പ്ലാന്റും, അത് രണ്ടും വേരിൻ്റെ റൂട്ടിൻ്റെ ധർമ്മങ്ങളാണ്, ഫങ്ഷൻസ് ആണ്. അടുത്ത ഭാഗം ഏതാണ്? സ്റ്റെമ്മിലെ. വേര് കഴിഞ്ഞാൽ ഇങ്ങനെ കൊമ്പിലെ, അതിൻ്റെ കൊമ്പ്, തണ്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? വേര് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ജലവും പോഷകവും ഇലകളെ എത്തിക്കുന്നു. വേരാണ് ഈ ചെടിയെ ഉറപ്പിച്ച് നിർത്തുന്നത് അല്ലേ. അതിൻ്റെ തണ്ട്, പിന്നെ അതിൻ്റെ ലീഫ്. ഓക്കെ, ഈ റൂട്ടിൻ്റെ ഫംഗ്ഷൻ ധർമ്മം എന്താണ്? മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നു ഈ സസ്യത്തെ അല്ലേ. അതുപോലെ നമ്മുടെ ഈ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള പോഷകവും വാട്ടറും ന്യൂട്രിയൻസില്ലേ, ജലവും പോഷകമൊക്കെ ആവശ്യമാണ് അല്ലേ. അതെത്തിക്കുന്നതും ആരാണ്? ഈ റൂട്ടാണ്. റൂട്ട് വയ്യല്ലേ, ഈ മണ്ണിൽ നിന്ന് ഫസ്റ്റ് പാർട്ട് റൂട്ടല്ലേ, അപ്പോൾ റൂട്ട് വയ്യെത്തും. അത് ആര് സ്വീകരിക്കും? സ്റ്റെമ്മ് സ്വീകരിക്കും അല്ലേ. ഈ തണ്ടാണ് പിന്നെ ലീഫിന് കൊടുക്കുന്നത് അല്ലേ. വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകവും ഇലകളിൽ എത്തിക്കുന്നത് ഈ തണ്ടാണ് അല്ലേ, സ്റ്റെമ്മാണ്. അപ്പോൾ ജലവും പോഷകവും ഇലയിലെത്തിക്കുന്നത് ഈ തണ്ട്, സ്റ്റെമ്മാണ്. അങ്ങനെ ഇലയിലെത്തിയതിന് ശേഷം ഇവിടെ വെച്ചിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ. സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ലീഫിൽ വെച്ചിട്ടാണ്, ഇലയിൽ വെച്ചിട്ടാണ്. പ്രിപ്പയർ ദി ഫുഡ് നീഡഡ് ബൈ ദി പ്ലാന്റ്സിലെ, പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ലീഫിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഓരോ ധർമ്മങ്ങളും എന്നാണ് ഈ മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കുകയുള്ളൂ, കാണാതെ ബൈഹാർട്ട് പഠിക്കണ്ട. അപ്പോൾ ആദ്യമുള്ളത് റൂട്ടാണ് മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. എന്നിട്ട് എന്താണ്? ഈ റൂട്ട് വലിച്ചെടുക്കും പ്ലാന്റിന് ആവശ്യമായ വാട്ടറും ന്യൂട്രിയൻസും വെള്ളവും പോഷകങ്ങളും. എന്നിട്ട് സ്റ്റെമ്മ് അത് സ്വീകരിക്കും. സ്റ്റെമ്മ് പിന്നെ ലീഫിന് കൊടുക്കും. ലീഫാണ് അവിടെ വെച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ആഹാരം നിർമ്മിക്കുന്നത്. നമ്മൾ ഒരു പ്ലാന്റ്സിൻ്റെ ഡിഫറൻസ് പറഞ്ഞു, അതേപോലെ അതിൻ്റെ ഇലകളിലും പൂക്കളിലും ഒക്കെ വ്യത്യാസം ഡിഫറൻസ് ഉണ്ടല്ലോ. അതിൻ്റെ ഷേപ്പിലും സ്മെല്ലിലും നിറത്തിലും കളറിലൊക്കെ എല്ലാ പ്ലാന്റ്സും വ്യത്യാസത കാണിക്കുന്നുണ്ടല്ലേ. എല്ലാ പൂക്കളും അതുപോലെ എല്ലാ പ്ലാന്റ്സും എന്താണ്? പൂക്കുന്നവയല്ല, ബ്ലൂം ചെയ്യുന്നവയല്ല അല്ലേ. അതുപോലെ തന്നെ എന്താണ്? പൂക്കളില്ലാത്ത ചെടികളുണ്ട്. അതുപോലെ പൂക്കളിലെ കളറിൽ വ്യത്യാസമുണ്ട്, ഷേപ്പിലില്ലേ, സ്മെല്ലിൽ വ്യത്യാസമുണ്ട്, എല്ലാത്തിലും ഇലകളിലൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ. ഫ്ലവേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ? ഫ്ലവേഴ്സ് എന്താണ്? തേനീച്ചകൾക്കൊക്കെ തേൻ ലഭിക്കുന്നു അല്ലേ. ബീസ് ഗെറ്റ് ഹണി ഫ്ലവേഴ്സ് എന്താണ്? നമ്മൾ അലങ്കാരത്തിന്, ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ എന്താണ്? സ്പ്രെഡ് ഫ്രാഗ്രൻസിലെ നമ്മളെ സ്മെല്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പെർഫ്യൂമിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. മെഡിസിനിലെ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ബെനിഫിറ്റ്സിലെ ഉപയോഗങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സിലെ പൂക്കാത്ത സസ്യങ്ങൾ, അതിന് നമുക്കൊരു എക്സാമ്പിൾ ഏത് പഠിച്ചു വെക്കാം? നമ്മുടെ കാക്ടസ് ഇല്ലേ, കള്ളിമുൾച്ചെടി ഇല്ലേ, അതിനെന്താണ്? മരുഭൂമിയിലുള്ളതാണ്. അതുപോലെ പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ്സ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എന്തിനൊക്കെയാണ്? പ്ലാന്റ്സിനെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? പ്ലാന്റ്സ് എന്താണ്? നമുക്ക് ഷെയ്ഡ് ഇല്ലേ, തണൽ തരുന്നു അല്ലെ. ഗ്രീൻ എർത്ത് ഉണ്ടാക്കുന്നത് പ്ലാന്റ്സ് ആണ് അല്ലെ. ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ ഉപയോഗങ്ങളില്ലേ, ബെനിഫിറ്റ്സ് രണ്ടെണ്ണം ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ ഇല്ലേ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചില്ലേ? എല്ലാവരും പഠിച്ചില്ലേ? പഠിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ടു ദി വേൾഡ് ഓഫ് ആനിമൽസിലെ, ജന്തുലോകത്ത് എന്നുള്ളതിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതായത് ആനിമൽസും അതിൻ്റെ ബെനിഫിറ്റ്സും ഏതൊക്കെയാണല്ലേ, മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ബെനിഫിറ്റ്സ് ചെയ്താനോ വൺ വേർഡ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ വൈ ഡു വി റൈസ് ആനിമൽസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവികളെ ആനിമൽസിനെ വളർത്തുന്നതിലെ? ആഹാരത്തിന് വേണ്ടിയിട്ട്, സേഫ്റ്റിക്കിലെ, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു വിനോദത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ഇൻകം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെറ്റ് ആനിമൽസിനൊക്കെ വളർത്താറുണ്ട് അല്ലേ. പെറ്റ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിൽ നമ്മൾ വളർത്തുന്ന ആനിമൽസാണ്. അതായത് നമുക്ക് പാലും മുട്ടയൊന്നും തരുന്നില്ല ഒരു ബെനിഫിറ്റ്സ് ഇല്ല. പക്ഷേ നമ്മളൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ടില്ല, ഒരു വിനോദത്തിന് വേണ്ടിയിട്ട്, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം വളർത്തുന്നവയാണ് പെറ്റ് ആനിമൽസ് അല്ലേ. ഇതിൽ ഓരോ ആനിമൽസിൻ്റെയും ബെനിഫിറ്റ്സ് ഗോട്ട്, കൗ, ആട്, പശുവിനൊക്കെ നമ്മൾ ഫോർ മിൽക്ക്, ഫോർ മീറ്റ് അല്ലേ, മാംസത്തിനും മിൽക്കിനൊക്കെ വേണ്ടിയിട്ടാണ്. കോഴി എന്തിനാണ്? ഹെന്ന്, എഗ്ഗിന് വേണ്ടിയിട്ട്, അതുപോലെ മാംസത്തിന് വേണ്ടിയിട്ടും. അതുപോലെ ലവ് ബേർഡ്സ് എന്തിനാണ്? ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട്, അതായത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വളർത്തുന്നവയുണ്ട്. ഡോഗ് എന്തിനാണ്? സേഫ്റ്റിക്കും ഇൻകത്തിനും അല്ലേ, വരുമാനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ഒരു സേഫ്റ്റി ഇല്ലേ, കാവലിന് വേണ്ടിയിട്ട്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്നവയാണ്. അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ലേ, ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് നെയ്താം. അതായത് നമുക്ക് ഉപകാരമില്ല, മുട്ടയും പാലും ഒന്നും കിട്ടാത്തവരാണെങ്കിൽ അതെന്താണ്? ഒരു അലങ്കാരത്തിന്, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വളർത്തുന്നവയാണ്. ഇതൊക്കെ ഒരു ഉപയോഗത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളുണ്ട്, ഒരു ഉപയോഗമില്ലാതെ വെറുതെ നമ്മുടെ ഒരു ആസ്വാദനത്തിന് വേണ്ടി വളർത്തുന്ന ആനിമൽസും ഉണ്ട്. ഇതുപോലെ ഏതെങ്കിലും 2-3 പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനില്ലേ, ഇതിൻ്റെ പേര് എഴുതാനുണ്ടാവും. അപ്പോൾ ഓരോന്നിൻ്റെയും പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇതെന്താണില്ലേ, പല്ലിയാണ്, ഇതെന്താണ്, ഒച്ചാണില്ലേ, ഇതിൻ്റെയൊക്കെ സ്നെയിലില്ലേ, ആൻഡ്, ഉറുമ്പ്, അതിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക. അതുപോലെ ഇങ്ങനെ ഓരോ പാർട്സ് തന്നിട്ട് ഇത് ഏതിൻ്റെതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് സീബ്രൻ്റെ ആണ്, ഇത് എലിഫൻറ്റിൻ്റെ ആണ്. അപ്പോൾ എന്തിനൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നില്ലേ, ഡിഫറൻസ് ഇല്ലേ. നമ്മൾ പ്ലാന്റ്സിൽ ഇത് പഠിച്ചതുപോലെ തന്നെ ആനിമൽസിൽ എന്തൊക്കെ വ്യത്യാസമുള്ളതില്ല, അതിൻ്റെ ഷേപ്പിൽ, സൈസിൽ, അതിൻ്റെ നെയിൽസിലില്ലേ, എല്ലാത്തിനും വ്യത്യാസമുണ്ടല്ലേ. കളറിൽ, പുള്ളികൾ, സ്പോട്ട്, വരകൾ, സ്ട്രൈപ്സ്, ഹോൺസ്, കൊമ്പിൽ, ഹൂഫ്സിൽ, കളമ്പിൽ, നെയിൽസ്, നഖത്തിലൊക്കെ വ്യത്യാസമുണ്ടല്ലേ.
അപ്പോൾ കൊമ്പുള്ളത് ഏതൊക്കെയാണ്? ഹോണ്ട് അല്ലേ, അതായത് ഗോട്ട്, ഡീറ്, കവ് അല്ലേ, റിനോസർ, അതിനൊക്കെ കൊമ്പുള്ളതാണ്. ഇനി ചിറകുള്ളത്, വിങ്ങുള്ളത് ക്രോ, പാരറ്റ് അല്ലേ, ബേഡ്സിനൊക്കെ ഇതാ ഹൂഫ്ഡ് കളമ്പുള്ളവ അല്ലേ, കവ്, ഹോസ്, പിഗ്. അത് പശുവിൻ്റെ കാലിൻ്റെ അവിടെ ഒരു കുളമ്പില്ലേ, കാലിൻ്റെ അടിയിലൊരു സാധനം കണ്ടില്ല, അതുള്ളത് അല്ലേ. ടൂത്ത്ഡ് പല്ലുള്ളവ ഏതൊക്കെയാണ്? റാബിറ്റ്, ജിറാഫ്, അതിനൊക്കെ പല്ലുണ്ടല്ലേ. മോർ ദാൻ 4 leg ക്രിയേച്ചേഴ്സ് അല്ലേ, 4 കാലിനേക്കാളും കൂടുതലല്ലേ, കുറേ കാലുകളുള്ളതാണ് ആൻസ്, സ്പൈഡർ, സ്കോർപ്പിയോൺ അല്ലേ, തേള്, അതിനൊക്കെ. അതുപോലെ സീ ക്രിയേച്ചേഴ്സ് ഉണ്ടല്ലേ, കടൽ ജീവികളുണ്ട്. അതായത് കടൽ ഞണ്ട്, സ്രാവ്, തിരണ്ടി, മത്തി, അയല, കടലിലുള്ള ജീവിക്കുന്നില്ലേ, സീ ക്രാബ്, ഷാർക്ക് അല്ലേ, ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം, അങ്ങനത്തെ 2 ക്രിയേച്ചേഴ്സിൻ്റെ പേര് മെയിനായിട്ട് നിങ്ങൾക്ക് പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലേ. അതായത് ഇതെന്താണ്? സീ ഹോസ് ആണ്, കടൽ കുതിര അല്ലേ, കുതിരൻ്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. അല്ലെ ഇതെന്താണ്? മുള്ളംപന്നിയെ പോലെയാണ് കാണാൻ, അതായത് കടൽ മുള്ളംപന്നി അല്ലേ, സീ ഹെഡ്ജ് ഹോഗ് അല്ലേ. ഇതൊരു പശുവിനെ പോലെ ഉണ്ടല്ലേ, അതായത് കടൽ പശുവാണ്, സീ കവാണ്. ഇതൊരു വെള്ളരി പോലെ ഉണ്ടല്ലേ, കടൽ വെള്ളരി അല്ലേ, സീ കുക്കുംബറാണ്. ഇതെന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ടാബിൾ ഫില്ല് ചെയ്യാനോ ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതാനോ ഏതെങ്കിലും ഒന്ന് ഷുവറാണ്. അതായത് വാക്കിംഗ് ക്രിയേച്ചേഴ്സിലെ നടക്കുന്ന ക്രിയേച്ചേഴ്സിനെ നിങ്ങൾക്ക് അറിയാം അല്ലേ, എലിഫൻറ്റ്, ഡോഗിലെ നടക്കുന്നവയൊക്കെ നിങ്ങൾക്ക് അതിലെഴുതാം, വാക്കിംഗ് ആണ്. ഇനി ക്രോളിംഗ് ക്രിയേച്ചേഴ്സ് ഈ ചെയ്യുന്ന പോലെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് ഇങ്ങനെ പട്ടികപ്പെടുത്താനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലേ. കുറച്ച് എക്സാമ്പിൾസ് ഇതിനൊക്കെ തന്നിട്ടുണ്ടാവും. അതിന് ഹെഡ്ലൈൻ നിങ്ങൾ പഠിച്ച് വെക്കണം, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഹെഡിങ് കൊടുക്കാനും വേർതിരിക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ ചെയ്യുന്ന നമ്മുടെ പാമ്പ്, സ്നെയിൽ അല്ലെ, മണ്ണിര, അതൊക്കെ ഇങ്ങനെ ഏഴുന്ന ജീവികളാണല്ലോ, ഇങ്ങനെ ഇഞ്ഞ് പോകുന്നവയാണ്. അതായത് ക്രോളിംഗ് ക്രിയേച്ചേഴ്സാണ്, ക്രോൾ ചെയ്യുന്നവയാണ്. ഇനി ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സിലെ പറക്കുന്നവയൊക്കെ നിങ്ങൾക്ക് ബേഡ്സിനൊക്കെ അതിലെഴുതാം. സ്വിമ്മിങ് ക്രിയേച്ചേഴ്സിലെ നീന്തുന്നത് അല്ലെ, ഫിഷ്, ബ്ലൂ വെയിൽ, അങ്ങനത്തെ മത്സ്യങ്ങളൊക്കെ അല്ലേ സ്വിമ്മിങ് ക്രിയേച്ചേഴ്സിലെഴുതാം. ഇനി ജമ്പിങ് ക്രിയേച്ചേഴ്സ്, അതായത് ചാടുന്നവ, ജമ്പ് ചെയ്യുന്നവ അല്ലെ, പുൽച്ചാടി, തവള, കങ്കാരു അല്ലെ, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗിനെയൊക്കെ നിങ്ങൾക്ക് ജമ്പിങ് ക്രിയേച്ചേഴ്സിലെഴുതാം. ഗ്രാസ് ഹോപ്പർ, ബ്ലൂ വെയിൽ, സ്നേക്ക്, എലിഫൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈൻ വെച്ച് നിങ്ങൾക്ക് തരംതിരിക്കാനുണ്ടാവും. അപ്പോൾ നടക്കുന്നവ വാക്കിംഗ്, ക്രോളിങ് ചെയ്യുന്നവയൊക്കെ ക്രോളിംഗ് ആണ്, ഫ്ലൈയിങ് ഉണ്ട്, അതുപോലെ നീന്തുന്നവ സ്വിമ്മിങ് ആണ്, ജമ്പിങ്ങിലെ ചാടുന്നല്ലേ, ഈ കങ്കാരുവിനൊക്കെ തന്നാൽ നിങ്ങൾ ജമ്പിങ് ക്രിയേച്ചറിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലേ. താഴെ നൽകിയിരിക്കുന്ന ഓരോ കൂട്ടത്തിലും സഞ്ചാരരീതി വ്യത്യസ്തമായ ജീവിയെ വട്ടത്തിലാക്കൂ. അതായത് ഒറ്റപ്പെട്ടതിന് വട്ടത്താക്കല്ലേ. ഇതിൻ്റെ സഞ്ചാര രീതി അല്ലേ, മോഡ് ഓഫ് ട്രാവൽ ഡിഫറെൻ്റ് ആയത് നമ്മൾ ഒറ്റപ്പെട്ടതിന് വട്ടടാനാണ് പറഞ്ഞത്, സർക്കിൾ ഇടാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ പാമ്പ്, അരണ, ഒച്ച്, കുയിലില്ലേ, കുയിൽ മാത്രമാണ് പറക്കുന്നത് അല്ലേ, ബാക്കിയൊക്കെ ഏഴുന്നവയാണ്. അപ്പോൾ ക്രോളിംഗ് ക്രിയേച്ചേഴ്സ് അല്ലേ, ഇതൊക്കെ ക്രോളിംഗ് ആണ് അല്ലേ, കുയിൽ മാത്രമാണ് പറക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ടത് നിങ്ങൾക്ക് ഇതിന്ന് വേർതിരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വേർതിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളെ പോലെ അവർക്കും എന്താണ് ഇതൊക്കെ ഉപകാരപ്പെടട്ടെ അല്ലേ, നിങ്ങൾക്കും എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ, അവർക്കും കിട്ടട്ടെ അല്ലേ. പശു, തവള, ആട്, എരുമ അല്ലേ, തവളയല്ലേ ചാടുന്നത് അല്ലേ, ബാക്കിയൊക്കെ നടക്കുന്നവയാണ് അല്ലേ. ഏതെങ്കിലും ബാക്കിയുള്ളൊക്കെ നടക്കുന്നവ തന്നിട്ടുണ്ടാവും, ഒന്ന് മാത്രം പറക്കുന്നത് തന്നിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഒന്ന് മാത്രം ഏഴുന്നത് തന്നിട്ടുണ്ടാവും, ക്രോളിങ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടത് സർക്കിൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കുക അല്ലേ. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടത് കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ ഒരേപോലെ സഞ്ചരിക്കുന്ന ജീവികളെ ചേരുമ്പടി ചേർക്കുക അല്ലെ, മാച്ച് ദി ഫോളോവിങ് അല്ലെ, മൂവ്മെൻറ്റ് ഒരേപോലെ ഉള്ളത്, സെയിം വേലുള്ളത് നിങ്ങൾക്ക് മാച്ച് ചെയ്യാം. അത് തുമ്പി, പൂമ്പാറ്റൊക്കെ പറക്കുന്നവയാണ് അല്ലേ, അതിൻ്റെ മൂവ്മെൻറ്റ്. ഇവർ തവള, കങ്കാരൊക്കെ ഇങ്ങനെ ചാടി നടക്കുന്നവയാണ് അല്ലേ, ചാടുന്നവയാണ്. അല്ലെ ഉറുമ്പിൻ്റെതാണല്ലേ ചിതൽ, പൈതാര, തേരട്ട, ഇതൊക്കെ എന്താണ് കുറേ ലെഗ്സ് ഉള്ള ഇങ്ങനെ ഏഴുന്നവയാണല്ലേ. അതുപോലെ മുതല, ഓന്ത് അല്ലേ, ഇതൊക്കെ ഏഴുന്ന ക്രിയേച്ചേഴ്സ് അല്ലേ, ക്രോളിംഗ് ക്രിയേച്ചേഴ്സ് ആണ്. അതിന് മാച്ചായിട്ടില്ല, സെയിം വേലിൽ ഒരേപോലെ സഞ്ചരിക്കുന്നതിനൊക്കെ മാച്ചായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്യാനാണ്. ഇപ്പോൾ ഹെർബിവോസും കാർണിവോസും ഒംനിവോസും ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. അതായത് ഹെർബിവോസ് സസ്യാഹാരികൾ എന്നാൽ സസ്യം മാത്രം കഴിക്കുന്നവർ, അതാണ് സസ്യാഹാരികൾ അല്ലേ. ഹെർബിവോസ് എന്നാൽ വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ് അല്ലേ, പ്ലാന്റ്സ് മാത്രം ഈറ്റ് ചെയ്യുന്നവയാണ് ഹെർബിവോസ് അല്ലേ. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് അല്ലേ, പ്ലാന്റ്സ് മാത്രം തിന്നുന്നവയാണ് എന്ത്, സസ്യാഹാരികൾ, ഹെർബിവോസ് അല്ലേ. വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ്സ് അല്ലേ, ഓൺലി പ്ലാന്റ്സ് മാത്രം അല്ലേ. കാർണിവോസ് ആണെങ്കിലോ മാംസാഹാരികളാണ്, അതായത് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് അല്ലേ, മീറ്റ് മാംസം മാത്രം കഴിക്കുന്നവയാണ് കാർണിവോസ് അല്ലേ. ഹെർബിവോസിനെ നമുക്ക് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ്സ് അല്ലേ, ഹെർബ്സ് മാത്രം കഴിക്കുന്നവർ, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവരാണ് ഹെർബിവോസ് അല്ലേ. അപ്പോൾ ഓൺലി എന്ന് പറഞ്ഞാൽ അത് മാത്രം അല്ലേ. അപ്പോൾ കാർണിവോസ് ആണെങ്കിൽ മാംസം മാത്രം കഴിക്കുന്നല്ലേ, ലയൺ, ടൈഗർ, ഫോക്സ്, അതൊക്കെ മാംസം മാത്രം കഴിക്കുന്നവരാണ്, അതായത് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് അല്ലേ, മീറ്റ് മാത്രം കഴിക്കുന്നവരാണ് കാർണിവോസ്. ഇനി ഇത് രണ്ടും കഴിക്കുന്നവരുണ്ടല്ലേ, നമ്മൾ രണ്ടും കഴിക്കില്ല, നമ്മൾ പ്ലാന്റ്സും കഴിക്കും അതുപോലെ മാംസവും അല്ലേ, മീറ്റും കഴിക്കുന്നവരാണ്, അതാണ് ഒംനിവേഴ്സ്, മിശ്രാഹാരികൾ അല്ലെ, മിശ്രമായിട്ടുള്ളവർ, അതായത് ഇത് രണ്ടും കഴിക്കുന്നവർ. നമ്മൾ ഹ്യൂമൻസ് ഇതിൽ വരും, മീറ്റും കഴിക്കും പ്ലാന്റ്സും കഴിക്കുന്നവരാണ്. അപ്പോൾ അതാണ് ഒംനിവേഴ്സിലെ, അതായത് ബോത്ത് പ്ലാന്റ് ആൻഡ്, അതായത് വിച്ച് ഈറ്റ് ബോത്ത് പ്ലാന്റ് ആൻഡ് മീറ്റ് അല്ലേ. ഒംനിവേഴ്സ് ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ് ആൻഡ് മീറ്റ് അല്ലേ, ബോത്ത് അല്ലേ, രണ്ടും, ബോത്ത് പ്ലാന്റ് ആൻഡ് മീറ്റ് രണ്ടും കഴിക്കുന്നവയാണ് ഒംനിവേഴ്സിലെ. ഓൺലി പ്ലാന്റ്സ്, ഓൺലി മീറ്റ്, ബോത്ത് പ്ലാന്റ് ആൻഡ് മീറ്റ്സ്.
ഓരോന്നിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഉദാഹരണങ്ങളില്ലേ. പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന റാബിറ്റ്, മുയൽ പ്ലാന്റ്സ് മാത്രമാണ് കഴിക്കുന്നത് അല്ലേ. സീബ്ര, ജിറാഫ്, എലിഫൻറ്റ് അങ്ങനെ 2-3 അതുപോലെ കവ്, ക്രോ, കാക്ക അല്ലേ, അതൊക്കെ എന്താണ് പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവരാണ്. ഈ കാർണിവോസ് ഇല്ലേ, മാംസം, ഈറ്റ് ഓൺലി മീറ്റ് ഇല്ലേ, മീറ്റ് മാത്രം കഴിക്കുന്നവർക്ക് നമുക്ക് എന്തൊക്കെ കൊടുക്കാം, ലയണ്, ടൈഗർ, ക്രോക്കഡൈൽ ഇല്ലേ, അതായത് ചീറ്റപ്പുലി, ഈഗിള്, മൂങ്ങ അല്ലേ. ഈഗിളൊക്കെ എന്താണ് നമ്മുടെ മാംസം അല്ലേ, കോഴിക്കുട്ടികളൊക്കെ അല്ലേ മാംസം മാത്രം, മീറ്റ് മാത്രം കഴിക്കുന്നവയാണ്. ഇനി ഓംനിവേഴ്സ് രണ്ടും കഴിക്കുന്നത്, ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അല്ലേ, ബോത്ത് പ്ലാന്റ് ആൻഡ് മീറ്റ് അല്ലേ, രണ്ടും ബോത്ത് പ്ലാന്റും മീറ്റും കഴിക്കുന്നത്. അതായത് നമ്മൾ ഹ്യൂമൻസിനെ നമുക്ക് എക്സാമ്പിളായിട്ട് ചെയ്താൽ അതുപോലെ രണ്ടും കഴിക്കുന്നത്. കാക്കയൊക്കെ എന്താണ് രണ്ടും കഴിക്കുന്നതാണ് അല്ലേ. പാരറ്റ്, ബിയർ, പിഗ്, മങ്കി, ഹെന്ന്. കോഴിയൊക്കെ എന്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പച്ചക്കറിയും കഴിക്കും അതുപോലെ മാംസവും കഴിക്കൂലേ. രണ്ട് കഴിക്കുന്നവർ ഓംനിവേഴ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്കും എന്താണ് അവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളും എക്സാമിന് പാസ്സാവും, അവരും എക്സാമിന് പാസ്സാവും. സ്റ്റേജിൽ ബട്ടർഫ്ലൈ ആയി മാറുന്ന ഘട്ടങ്ങൾ സ്റ്റേജ് തേക്കിയിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്, എഗ്ഗാണല്ലേ, മുട്ടകളാണ് ഉണ്ടാവുക. ആ മുട്ട വിരിഞ്ഞ് എന്താകും, ലാർവയാവൂലേ, പുഴുക്കളെ പോലെ ചെറിയ ലാർവയായി മാറും. ആ പുഴുവിനെ നമ്മൾ പറയുന്നത് ലാർവ എന്നാണല്ലേ. പിന്നെ ഈ ലാർവ എന്താകും, പ്യൂപ്പയാകും അല്ലേ, ഒരു കൂട് പോലെ ഫോം ചെയ്തിട്ട് അത് പ്യൂപ്പയായി മാറും. പിന്നെ ഈ കൂടുന്ന് എന്താവും, ഈ പ്യൂപ്പെന്ന് ബട്ടർഫ്ലൈ വിരിഞ്ഞുണ്ടാകും അല്ലേ. പ്യൂപ്പ് എന്താവും, എന്നിട്ട് ബട്ടർഫ്ലൈ ആയി മാറും. അങ്ങനെയാണ് നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടാകുന്നത്. പിന്നെ ഈ ബട്ടർഫ്ലൈ എന്താണ്, എഗ്സ് ഇടും, മുട്ടകളിടും. ആ മുട്ട പിന്നെ എന്താവും, ലാർവയാവും. ആ ലാർവ പ്യൂപ്പയാവും, പിന്നെ ബട്ടർഫ്ലൈ ആവും. ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഈ ഘട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അല്ലേ. തേർഡ് ചാപ്റ്റർ വാട്ടർ ആൻഡ് സോയിൽ, ജലവും മണ്ണും അല്ലേ. അപ്പോൾ മയമാപ്പിനി റെയിൻ ഗാജ് എന്താണ്, ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രമാത്രം മഴ അളവ് ലഭിച്ചു എന്നത് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മയമാപ്പിനി അല്ലേ. എത്ര മഴൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്, റെയിൻ ഗാജ്, മയമാപ്പിനി എന്ന് പറയുന്നത് ഒരു ഡിവൈസ് അല്ലേ, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ടു മെഷർ ദി എമൗണ്ട് ഓഫ് റെയിൻ അല്ലേ, റെയിൻ്റെ എമൗണ്ട് മെഷർ ചെയ്യാനുള്ള ഒരു ഏരിയയിലെ റിസീവ്ഡ് ഇൻ ഏരിയയിൽ, അതായത് മഴൻ്റെ എമൗണ്ട് ഇല്ലേ മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഡിവൈസാണ് എന്ത്, മയമാപ്പിനി, റെയിൻ ഗാജ് എന്ന് പറയുന്നത് അല്ലേ. വാട്ടർ സോഴ്സസ് ഇല്ലേ, സോഴ്സസ് ഓഫ് വാട്ടർ, ജലസ്രോതസ്സുകൾ, അതായത് നമുക്ക് വെള്ളം എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നതില്ലേ, സോഴ്സ്, വാട്ടറിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ്, അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടില്ലേ, ഏതൊക്കെ സോഴ്സസ് ആണ്. സോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് അല്ലെ, വെല്ലിന്ന്, കിണർന്ന് അല്ലെ, ബോർവെല്ല്, കുയൽ കിണർന്ന് കിട്ടാറുണ്ട്. അതുപോലെ പോണ്ടിന്ന്, കുളത്തുനിന്ന്, ലേക്ക്, തടാകത്തുനിന്ന്, ബാക്ക് വാട്ടർ, കായൽ, കനാല്, സ്ട്രീം, അരുവി, റിവർ, പുയ, സീ, കടലിലെ, കടലിൽ നിന്ന് വലിയ കിണർ, പോണ്ട്, ലേക്കിലെ, എവിടെ നിന്നൊക്കെയാണോ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നതാണ് ജലസ്രോതസ്സിലെ വാട്ടർ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ക്രിയേച്ചേഴ്സ്, ജീവികളും അവയുടെ യൂസ് ഓഫ് വാട്ടർ അല്ലേ, ജലം കൊണ്ടുള്ള ആവശ്യങ്ങൾ അല്ലെ. ഫിഷിന് എന്തിനാണ്, ഫോർ ലിവിങ് അല്ലെ, ജീവിക്കുന്നത് എവിടെയാണ്, വെള്ളത്തിലല്ലേ. എലിഫൻറ്റിന് എന്താണ്, ഫോർ ഡ്രിങ്കിങ്, ബാത്തിങ് അല്ലേ. എല്ലാവർക്കും നമുക്ക് യൂസ് എന്ത് ചെയ്താൽ ഡ്രിങ്കിങ്, ബാത്തിങ് ഒക്കെ കൊടുക്കാം അല്ലേ, കുളിക്കാനും അതുപോലെ കുടിക്കാനും അല്ലേ. അതുപോലെ ലിവിങ് ആയിട്ടുള്ളത് അല്ലേ, അതായത് വെള്ളത്തിൽ ജീവിക്കുന്നവയൊക്കെ നമുക്ക് അവരുടെ ആവാസത്തിനല്ലേ, ലിവിങ്ങിനാണെന്നല്ലേ. ഫിഷ്, ക്രോക്കഡൈൽ, ഫ്രോഗ് അല്ലേ, വെള്ളത്തിൽ ജീവിക്കുന്ന ക്രിയേച്ചേഴ്സിൻ്റെ ഒക്കെ നമുക്ക് അതിൻ്റെ ഉപയോഗം, വെള്ളത്തിൻ്റെ ഉപയോഗം എന്താണ്, അവർക്ക് ലിവിങ് ഇല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എഴുതാം. ബാക്കിയുള്ള ആനിമൽസിനൊക്കെ നമുക്ക് കുടിക്കാൻ, ഡ്രിങ്കിങ്, ബാത്തിങ് അതൊക്കെ എഴുതാം. പിന്നെ നമുക്ക് എന്തിനൊക്കെയാണ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, കുളിക്കാൻ, കുടിക്കാൻ, അലക്കാൻ, വാഹനം കഴുകാൻ, പാത്രം കഴുകാൻ, എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അതുപോലെ ജലമില്ലെങ്കിൽ, ദർ ഈസ് നോ വാട്ടർ അല്ലേ, വെള്ളം ഇല്ലെങ്കിൽ എന്താണ്, കുടിവെള്ള ക്ഷാമം ഉണ്ടാവില്ലേ, ഷോർട്ടേജ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ, വയലുകളും പുഴകളും ഒക്കെ എന്താണ്, വറ്റി വരളും അല്ലേ, എല്ലാം എന്താണ് ഡ്രൈ ആവും അല്ലേ, ഡ്രൈ അപ്പ് ആവും അല്ലേ, ഫീൽഡ്സ്, റിവേഴ്സ്, അതായത് മയത്തിൻ്റെ ജലസ്രോതസ്സുകളെല്ലാം വറ്റി വളരും അല്ലേ, ജലക്ഷാമം ഉണ്ടാവും, സ്കാസിറ്റി ഉണ്ടാവില്ലേ, സസ്യങ്ങൾ ഉണങ്ങൂല്ലേ, പ്ലാന്റ്സ് നശിക്കില്ലേ, പ്ലാന്റ്സിനൊക്കെ വളരാൻ എന്താണ് വെള്ളം ആവശ്യമാണ്, അപ്പോൾ അതൊക്കെ ഉണങ്ങൂല്ലേ, ജീവജാലങ്ങൾ നശിക്കും, കൃഷി നശിക്കും അല്ലേ, അത് അഗ്രികൾച്ചർ നശിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ വാട്ടർ ഈസ് പ്രിഷ്യസ് അല്ലേ, ഇങ്ങനത്തെ കോഡ്സ് ഉണ്ടാക്കാൻ, പോസ്റ്റർ ഉണ്ടാക്കാൻ ചോദിക്കുകയാണെങ്കിൽ വെള്ളം അമൂല്യമാണ്, വാട്ടർ ഈസ് പ്രിഷ്യസ് എന്ന് പറഞ്ഞിട്ട് ആ കോട്ട് ചെയ്തിട്ട് പിക്ചറൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് മനോഹരമാക്കാം. അതുപോലെ എന്താണ് അതുപോലെ അമൂല്യജലം പായാക്കുന്ന സന്ദർഭങ്ങളിലെ സിറ്റുവേഷൻ വേർ പ്രിഷ്യസ് വാട്ടർ ഈസ് വേസ്റ്റഡ്. എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് ആക്കുന്നത്, പല്ല് തേക്കുമ്പോൾ ടാപ്പ് തുറന്നിടുന്നത് അല്ലെ, ചോർച്ചയുള്ള പൈപ്പ്, ലീക്കിംഗ് ടാപ്പ് അല്ലെ, വാട്ടർ ലീക്കിംഗ്, വാഷിംഗ് വെഹിക്കിൾസ് ഉണ്ടാകുമ്പോൾ വാട്ടർ വേസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ വെള്ളം അനാവശ്യമായി ചിലവാക്കുന്നതില്ലേ, അതെങ്ങനെ തടയാം അല്ലേ. എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം അല്ലേ, വെള്ളം ഇങ്ങനെ അനാവശ്യമായിട്ട് വെഹിക്കിൾസ് കഴുകി ചിലവാക്കരുത്, ടാപ്പ് തുറന്നിടരുത് അല്ലേ, ടാങ്ക് നിറഞ്ഞൊഴിക്കാൻ സമ്മതിക്കാതിരിക്കുക, വേഗം ഓഫ് ചെയ്യുക അല്ലേ, ടാപ്പ് ഇങ്ങനെ തുറന്നിടാതിരിക്കുക, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ. എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് നമ്മൾ വെള്ളത്തെ സംരക്ഷിക്കാൻ ചെയ്യേണ്ടത്, അപ്പോൾ ഇതൊന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. അതുപോലെ വാട്ടർ കൺസർവേഷൻ, ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെ, പരമാവധി ചെടികൾ കൾട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ നീരറുകളും കനാലുകളും നിലനിർത്തുക അല്ലേ, റീറ്റെയിൻ സ്പ്രിങ്സ് ആൻഡ് കനാൽസ് അല്ലേ, അതുപോലെ മഴവെള്ളമൊക്കെ ശേഖരിച്ച് വെക്കുക അല്ലെ, മഴവെള്ള സംഭരണി, കിണറും പരിസരമൊക്കെ എന്താണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ബക്കറ്റിൽ വെള്ളം എടുക്കുക, കുളിക്കുമ്പോൾ അനാവശ്യമായിട്ട് ചിലവാക്കാതിരിക്കുക, ടാപ്പ് കുറേ നേരം തുറന്നിടാതിരിക്കുക, വെള്ളത്തെ കൺസേർവ് ചെയ്യാൻ അല്ലേ, വെള്ളത്തെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ എഴുതുക.
വാട്ടർ ടാങ്കൊക്കെ നിറഞ്ഞൊഴുകുന്നത് ഓവർഫ്ലോ നമ്മൾ തടയുക, അല്ലെ ജലമലിനീകരണം വാട്ടർ പൊല്യൂഷൻ തടയുക, അങ്ങനെയൊക്കെ നമുക്ക് വെള്ളത്തെ സംരക്ഷിക്കാം, അല്ലെ കൺസേർവ് ചെയ്യാം. വാട്ടറിൻ്റെ പോർഷൻ കഴിഞ്ഞ് സോയിലില്ലേ, മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ ഏതൊക്കെയാണ്, ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? ഇത് എർത്ത് വേമാണ്, ഇത് ആൻസ് ആണ്, ഇത് ബീറ്റിൽസ് വണ്ടാണ്, സെൻറ്റിപ്പൈഡ് ആണ്, ഇത് മില്ലിപ്പൈഡ്, ഇത് ടെർമൈറ്റ്സ് ചിതലുകൾ, ഇത് ഫംഗസ്, ക്രാബ്സ്, ആൻഡ്ലിയോൺ കുയ്യാന. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിക്കുക. ബാക്ടീരിയ, സ്പൈഡർ, നെമറ്റോഡ്സ് നിമാവിരകൾ, സ്നെയിൽ ഒച്ച്, ഇതിൻ്റെയൊക്കെ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിക്കുക. അല്ലേ മണ്ണിൽ എന്തൊക്കെയാണത്? മണ്ണിൽ വായുണ്ടല്ലേ, എയർ ഇൻ ദി സോയിൽ. മണ്ണിൽ വായുണ്ട്, വാട്ടർ ഉണ്ടല്ലേ, വാട്ടർ ഇൻ ദി സോയിൽ. മണ്ണിൽ ജലാംശമുണ്ട്. അതൊക്കെ തെളിയിക്കാനുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ ഓരോ ഘട്ടങ്ങൾ ചോദിക്കാം. അല്ലേ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം, എക്സ്പെരിമെൻറ്റ് മെത്തേഡ്, ഒബ്സർവേഷൻ, കൺക്ലൂഷൻ. അപ്പോൾ മണ്ണിൽ വായുണ്ടെന്ന് തെളിയിക്കാൻ എന്തൊക്കെ വേണം? ഗ്ലാസ്, വെള്ളം, മൺകട്ട. മണ്ണിലാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ മണ്ണ് വേണം. ചെയ്യേണ്ട രീതി എന്താണ്? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഉണങ്ങി ഏതാനും മൺകട്ടകൾ ഇടുക. അപ്പോൾ എന്ത് സംഭവിക്കും? മൺകട്ടകളിൽ നിന്നും വായുക്കുമിളകൾ ഗ്ലാസിൻ്റെ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നു. അപ്പോൾ അതായത് മണ്ണിൽ വായു ഉണ്ടല്ലേ, അതായത് വായു വരുന്നു, അതുകൊണ്ട് വായുണ്ട്, മണ്ണിൽ എയർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം. ഇതുപോലെ ജലാംശം ഉണ്ടെന്ന് തെളിയിക്കാൻ എന്ത് ചെയ്യണം? അതുപോലെ മണ്ണിൽ ജലാംശം വെള്ളമുണ്ടെന്ന് തെളിയിക്കാൻ അതേപോലെ തന്നെ കുപ്പിയും മണ്ണൊക്കെ തന്നെയാണ് വേണ്ടത്. മണ്ണിനൊരു കുപ്പിയിൽ അടച്ചു വെക്കുക. അപ്പോൾ എന്താണ്? കുപ്പിയുടെ വശങ്ങളിൽ ജലകണങ്ങൾ പറ്റി പിടിക്കും അല്ലേ. മണ്ണിൽ വെള്ളം ഉണ്ടോ നോക്കാനാണ്. അപ്പോൾ മണ്ണൊരു ഗ്ലാസ്സിലെടുത്തിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ജലകണങ്ങൾ ഇങ്ങനെ കാണാം, അതായത് മണ്ണിൽ ജലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിലെ മെത്തേഡ് ഏതെങ്കിലും ഒന്ന് ചോദിക്കാവുന്നതാണ്. മണ്ണിൽ ജൈവാംശം ബയോമാസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബയോമാസ് ഉള്ള മണ്ണെടുക്കണം അല്ലേ. ജൈവവൈവിധ്യ പാർക്കിലെ മണ്ണ്, അതായത് അതിൽ വേസ്റ്റൊക്കെ ഉള്ള മണ്ണ്, ജൈവാംശമുള്ള മണ്ണാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എന്താണ്? ഗ്ലാസ്സിൽ എന്താണ് നമ്മൾ ആ മണ്ണിടുമ്പോൾ എന്താണ്? അടിഞ്ഞ് മണ്ണിന് മുകളിലായി വെള്ളത്തിൽ ഉണങ്ങിയ ഇലകളുടെ പൊടികളടക്കം പല വസ്തുക്കൾ പൊങ്ങി എടുക്കുന്നതായി കാണാം. മണ്ണിന് മുകളിൽ അതായത് ജൈവാംശമുണ്ട് എന്ന് നമ്മൾ മണ്ണിൽ ജൈവവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. മണ്ണിൽ എന്താണ്? ഇലകളും മറ്റ് മണ്ണിൽ എന്താണ്? പൊടികളും ഇലകളും അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ, അതാണ് ജൈവാംശം അല്ലേ. മണ്ണിൽ എന്താണ്? ബയോമാസ് ഉണ്ട്, അതായത് ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാവില്ലേ അല്ലേ, അതൊക്കെ പൊങ്ങി കിടക്കുന്നത് കാണാമെന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഈ ബയോമാസ് ജൈവാംശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണങ്ങിയ ഇലകൾ, കമ്പ് കഷ്ണങ്ങൾ, ജീവിയുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയതാണ് ജൈവാംശം എന്ന് പറയുന്നത് അല്ലേ. ഡ്രൈ ലീവ്സ്, സ്റ്റെമ്മ് അല്ലേ, റിമൈൻസ് ഓഫ് ക്രിയേച്ചേഴ്സ്, അതൊക്കെയാണ് ബയോമാസിലുള്ളത് അല്ലേ. അതാണ് ജൈവാംശം എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ ഉള്ള മണ്ണിലാണ് എന്ത്? ചെടികൾ നന്നായിട്ട് വളരുക അല്ലേ. അതായത് വെജിറ്റബിൾ നമ്മുടെ വേസ്റ്റും അല്ലേ, നമ്മുടെ സ്റ്റെമ്മിൻ്റെ ലീവ്സിൻ്റെ ഒക്കെ വേസ്റ്റ്, ക്രിയേച്ചേഴ്സിൻ്റെ വേസ്റ്റ് ഇല്ലേ, അതൊക്കെ അല്ലേ ജൈവാംശമുള്ള മണ്ണ്. ആ മണ്ണിലായിരുന്നു സസ്യങ്ങൾ നന്നായിട്ട് വളരുക. അതുപോലെ എന്തിനാണ് നമ്മൾ ഈ മണ്ണിനെ സംരക്ഷിക്കേണ്ടത്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അല്ലെ? എന്തിനാണ്? അതിൽ കുറേ ജീവജാലങ്ങളുണ്ട്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെടികളെ സംരക്ഷിക്കാൻ. ചെടികൾക്ക് എന്താണ്? മണ്ണ് ആവശ്യമാണ് വളരാൻ അല്ലേ. മണ്ണിനെ സംരക്ഷിച്ചാലേ നമുക്ക് നിലനിൽക്കാനാവില്ലേ. മണ്ണിനെ എന്തിനൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അല്ലേ, അതൊന്ന് ഓർത്ത് വെക്കുക. ഈ നെക്സ്റ്റ് ചാപ്റ്റർ ക്ലീനിനെസ്സിലെ വൃത്തി നൽകും ശക്തിയില്ല. അപ്പോൾ വൃത്തിയെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല ഹെൽത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലോണം കുളിക്കണം, പല്ല് തേക്കണം, അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇതിൽ ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് അല്ലേ? ഓരോ ജീവികളും അവ പരത്തുന്ന ഡിസീസ്, രോഗങ്ങളിലെ, അതായത് മോസ്കിറ്റോസ്, കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ ഏതാണ്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണല്ലേ. നാളത്തെ എക്സാമിന് ഏതെങ്കിലും വൺ വേർഡ് ആയിട്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചോദിക്കും അല്ലേ. അപ്പോൾ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്കപ്പനി, മഞ്ഞപ്പനി. ഇത് മലേറിയ, ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ, സിക്ക ഫീവർ, യെല്ലോ ഫീവർ. മലേറിയ, ഡെങ്കിപ്പനിയിലെ, ചിക്കൻ ഗുനിയൊക്കെ എന്താണ്? കൊതുകുകൾ പരത്തുന്നതാണ്, മോസ്കിറ്റോസിലെ. കൊതുക് കടിക്കുമ്പോഴാണ് നമുക്ക് ആ ഡിസീസ്, ഈ രോഗങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതില്ലേ, കൊതുകിലൂടെയാണ്. അതുപോലെ ഈച്ച പരത്തുന്നതില്ലേ, ഹൗസ് ഫ്ലൈ പരത്തുന്ന ഡിസീസസ് ഏതൊക്കെയാണ് അല്ലെ? ഈച്ചകൾ എന്താണ്? എല്ലാ കാഷ്ടത്തിലും എല്ലാത്തും പോയിരുന്നിട്ട് നമ്മളെ ഫുഡിലൊക്കെ വന്നിരിക്കും അല്ലെ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? വയറുവേദന, വയറിളക്കം അല്ലെ, വയറിൻ്റെ അസുഖങ്ങളൊക്കെയാണ് ഉണ്ടാവുക അല്ലെ. ഈച്ച ഹൗസ് ഫ്ലൈ പരത്തുന്ന രോഗങ്ങളിലെ വയറുകടി, കോളറ, വയറിളക്കം അല്ലെ, പിള്ളവാതം, ടൈഫോയിഡ്, അധിവാസം, മഞ്ഞപ്പിത്തം, ആന്ത്രാക്സ്, ക്ഷയം, കണ്ണുരോഗം അല്ലേ. മഞ്ഞപ്പിത്തൊക്കെ പരത്തുന്നതാണ് ഈച്ചകളാണല്ലേ, ഹൗസ് ഫ്ലൈ ആണ്, അതായത് വെള്ളത്തിലൂടെ ഒക്കെ പകരുന്നതാണ് അല്ലേ മഞ്ഞപ്പിത്തൊക്കെ. അതായത് വൃത്തിയില്ലാത്തതിലൂടെ പകരുന്നത് ഹൗസ് ഫ്ലൈ. ഈച്ചകൾ എന്ന് പറഞ്ഞാൽ തീരെ വൃത്തിയില്ലാത്തതാണ്, നമ്മുടെ ഫുഡിലൊക്കെ വന്നിരിക്കുന്നത് ഈച്ചകളാണ്. അപ്പോൾ നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഹൗസ് ഫ്ലൈ പരത്തുന്നതില്ലേ. ഡിസെൻട്രി, കോളറ, ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, ഡയറിയ അല്ലെ, ഏതെങ്കിലും കുറച്ച് പഠിച്ചു വെക്കുക. അതുപോലെ റാറ്റ്സ്, എലികൾ പരത്തുന്നത് എന്തൊക്കെയാണ്? എലിപ്പനി, പ്ലാഗ്, സാൽമണല്ലോസിസ്, തുലാറമിയ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും റാറ്റ് ഫീവർ, പ്ലാഗ് അല്ലേ, പ്ലാഗ് റാറ്റ് ഫീവർ അല്ലേ, എലിയാണ് പരത്തുന്നത്, എലിപ്പനി, പ്ലാഗ് അല്ലേ. 2-3 പഠിച്ചു വെക്കുക. അതൊക്കെ ക്ലാസിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ തെറ്റായത് ശരിയിടാനോ ടിക്കിടാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എലികൾ പരത്തുന്ന രോഗങ്ങൾ റാറ്റ് ഫീവർ, പ്ലാഗ് ഹൗസ് ഫ്ലൈയിലെ. അപ്പോൾ ഹൗസ് ഫ്ലൈ ഈച്ചകൾ പറഞ്ഞാൽ വയറ് സംബന്ധമായിട്ടുള്ളത്, അതായത് വയറുകടി, കോളറ, വയറിളക്കം, ഡിസെൻട്രി അതൊക്കെ ഇതാണ്. കൊതുകുകൾ പരത്തുന്നത് നമ്മുടെ ചിക്കൻ ഗുനിയ അല്ലെ, എല്ലാവർക്കും അറിയുന്ന ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ. മലേറിയ എന്താണ്? മലേറിയ ഉറപ്പായിട്ട് നിങ്ങളെന്താണ്? കൊതുക് പരത്തുന്നതാണെന്ന് ഓർത്ത് വെക്കുക, മലേറിയ.
അല്ലെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലത്തിലൂടെ അല്ലേ, വാട്ടർ ബോൺ ഡിസീസസിലെ ഏതൊക്കെയാണ്? വയറിളക്കം, വയറുകടി, ടൈഫോയിഡ്, കോളറ, മെനഞ്ചൈറ്റിസ്, മഞ്ഞപ്പിത്തം, പോളിയോ, എലിപ്പനി എല്ലാം വെള്ളത്തിലൂടെ പകരുന്നവയാണ്. നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണമല്ലേ, അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ പറയുന്നത് നമ്മൾ മഞ്ഞപ്പിത്തം വരാതിരിക്കാനില്ലേ, പോളിയോ, എലിപ്പനിയിലൊക്കെ വെള്ളത്തിലൂടെയാണ് പകരുന്നത് അല്ലേ. വയറുകടി, വയറിളക്കം എല്ലാം നിങ്ങൾക്ക് ഏതാവില്ലേ, ഡയറിയ, ഡിസെൻട്രി, ടൈഫോയിഡ്, കോളറ, റാറ്റ് ഫീവർ അതൊക്കെ പഠിച്ചു വെക്കുക അല്ലേ, വൺ വേർഡ് ആയിട്ട് ചോദിക്കും. എലിയും ഈച്ചയും കൊതുകൊക്കെ പരത്തുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനില്ലേ, നമ്മൾ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ചെയ്യേണ്ടതില്ലേ, അതിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് ഡ്രൈ ഡേ ആചരിക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് നമ്മുടെ കൊതുക്, ഈച്ചൊക്കെ മുട്ടയിട്ട് പെരുകുന്നത് അല്ലേ. അപ്പോൾ അത് ഒക്കെ ഒഴിവാക്കിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനത്തെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ദിവസത്തിനാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പാത്രങ്ങളിലെ വെള്ളം എല്ലാ സ്ഥലത്തും കെട്ടിക്കിടക്കുന്ന ടയർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയുള്ള വെള്ളങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുന്നതാണ് ഡ്രൈ ഡേ അല്ലേ, ആ ദിവസം. അല്ലെ വയറിളക്കം ഉണ്ടായാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അല്ലേ. ആ രോഗിക്ക് ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പ് പഞ്ചസാരയും ചേർത്ത നാരങ്ങ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കും വെള്ളം ഇതൊക്കെ അതിൻ്റെ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാനീയങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. ജലത്തിലൂടെ പകരുന്ന ഈ രോഗങ്ങൾക്കെതിരെ നമുക്ക് എന്തൊക്കെ മുൻകരുതൽ പ്രിക്കോഷൻസ് എടുക്കാം അല്ലേ. ടേക്ക് എഗെയിൻസ്റ്റ് വാട്ടർ ബോൺ ഡിസീസസ് അല്ലേ. അപ്പോൾ വെള്ളത്തിലൂടെ പകരുന്ന ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് മുൻകരുതൽ നമുക്ക് എടുക്കാം അല്ലേ. യൂസ് ബോയിൽഡ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമല്ലേ, ബോയിൽഡ് വാട്ടർ മാത്രം ഡ്രിങ്ക് ചെയ്യുക, കുടിക്കുക. അതുപോലെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക അല്ലേ. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കാമെന്ന് എഴുതാം. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളൊക്കെ ഒഴിവാക്കാം അല്ലേ. വാട്ടർ സ്നാക്റ്റൻ്റ് ആയിട്ടുള്ള വാട്ടറിന് നിലനിർത്താൻ അനുവദിക്കാതിരിക്കുക. അതുപോലെ തുറന്നിട്ട ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതിരിക്കുക, ഓപ്പൺ ആയിട്ടുള്ളത് അല്ലേ. അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്നില്ലേ, വാട്ടർ സോഴ്സസ് ശുദ്ധമാണെന്ന് നമ്മൾ ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, നമ്മുടെ അജൈവ മാലിന്യം, ജൈവമാലിന്യം, അപകടകരമായിട്ടുള്ള മാലിന്യം അല്ലേ. ഇനോർഗാനിക്, ഓർഗാനിക്, ഹസാഡസ് ആയിട്ടുള്ളതില്ല, അപകടം ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ട് ഇനോർഗാനിക്കിലെ. അതുപോലെ ഓർഗാനിക് ജൈവമാലിന്യങ്ങളുമുണ്ട് അല്ലേ. നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ എന്താണ്, മണ്ണിൽ വിഘടിക്കാതെ കുറേ കാലം വർഷങ്ങളോളം അങ്ങനെ നിൽക്കുന്ന മാലിന്യമാണ്. അതാണ് അജൈവ മാലിന്യം എന്ന് പറയുന്നത്. അതായത് ഇനോർഗാനിക്. ഇനി ഫസ്റ്റ് ഉള്ളതാണ് ഓർഗാനിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഫുഡ് വേസ്റ്റ്, നമ്മുടെ വെജിറ്റബിൾസ്, പേപ്പർ വേസ്റ്റ് എല്ലാം എന്താണ്, ജൈവമാലിന്യങ്ങളാണ്. അതായത് ഓർഗാനിക് ആണ്. അതായത് മണ്ണിൽ വിഘടിക്കില്ലേ, മണ്ണിൽ അലിഞ്ഞു ചേരുന്നവയാണ്. മണ്ണിൽ വിഘടിക്കാതെ പ്ലാസ്റ്റിക് പോലെ കിടക്കുന്ന വസ്തുക്കളാണ് ഇനോർഗാനിക്കിലെ അജൈവ മാലിന്യം. ഇനി നമുക്ക് ഹസാഡസ് അപകടകരമായിട്ടുള്ളത്, അതായത് മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി, ചാർജർ അങ്ങനത്തെ അപകടകരമായിട്ട് ഡേഞ്ചർ ആയിട്ടുള്ളതാണ്. അതുപോലെ ഡേഞ്ചർ ആയിട്ടുള്ളത് നമുക്ക് അപകടം വരുത്തുന്നതാണ് അപകടകരമായിട്ടുള്ള മാലിന്യം, ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓർഗാനിക് വേസ്റ്റ് ഇല്ലേ, അതായത് വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസ് ലൈക്ക് ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ് ഇല്ലേ, ഡീകമ്പോസ് ചെയ്യുന്നതാണ് ഓർഗാനിക് ജൈവമാലിന്യങ്ങൾ എന്ന് പറയുന്നത്. ഡു നോട്ട് ഡീകമ്പോസ് ഇല്ലേ, ഡീകമ്പോസ് ചെയ്യാതെ വിഘടിക്കാതെ അങ്ങനെ തന്നെ കിടക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെയാണ് ഇനോർഗാനിക് വേസ്റ്റ്, അജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അപകടകരമായിട്ടുള്ള മരുന്നിൻ്റെ കുപ്പികളിലെ അവശിഷ്ടങ്ങൾ, ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, മൊബൈൽ ചാർജറൊക്കെ പോലത്തെ ഇലക്ട്രോണിക് ബാറ്ററിയൊക്കെ പോലത്തെ അതാണ് അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ. അതായത് ഹസാഡസ് വേസ്റ്റിലെ 3 തരം വേസ്റ്റ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും എന്താണെന്നും എക്സാമ്പിൾ, ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ വേർതിരിക്കാനായിരിക്കും ചോദിക്കുക. കുറച്ച് എക്സാമ്പിൾസ് തരും, അത് ഓരോന്നും വേർതിരിക്കാൻ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരും ഈ വീഡിയോ കാണുന്നില്ലല്ലോ. അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്തിട്ട് കാണുക. നമ്മൾ പറഞ്ഞു ഈ പ്ലാസ്റ്റിക് പറഞ്ഞാൽ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാൽ കാലാകാലം അങ്ങനെ വർഷങ്ങളോളം മണ്ണിൽ വിഘടിക്കാതെ ഡീകമ്പോസ് ചെയ്യാതെ അങ്ങനെ അവിടെ കിടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലാസ്റ്റിക്കിനെ നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയാനോ കത്തിക്കാനോ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് അങ്ങനെ തന്നെ വർഷങ്ങളോളം അങ്ങനെ നടക്കില്ല, ഡീകമ്പോസ് ചെയ്യില്ല, മണ്ണിൽ വിഘടിക്കാതെ കിടക്കും. അപ്പോൾ പ്ലാന്റ്സ് ഒന്നും അവിടെ ആ ഭാഗത്ത് വളരില്ല അല്ലേ. ചെടികൾക്കൊക്കെ നാശം സംഭവിക്കും. അതുപോലെ ആ ഭാഗത്ത് എന്താണ്, ജലം മണ്ണിലേക്ക് ഇറങ്ങില്ല അല്ലേ. അവിടെ പ്ലാസ്റ്റിക് ഒക്കെ നിറഞ്ഞു നടക്കുന്നതായിരിക്കില്ലേ. അവിടെയുള്ള ജീവികൾക്ക് എന്താണ്, വായു ലഭിക്കില്ല അല്ലേ. മണ്ണിലേക്ക് അവിടെയുള്ള സസ്യങ്ങൾക്ക് എന്താണ്, വേരൊന്നും ആയിന്നിറങ്ങില്ല അല്ലേ. ജലജീവികൾക്ക് നാശം സംഭവിക്കും, ജലാശയങ്ങൾ മലിനമാകുന്നു. അങ്ങനെ കെട്ടിക്കിടക്കുന്ന ഈ പ്ലാസ്റ്റിക്കിലൊക്കെ എന്താണ്, കൊതുക് ഈച്ചയൊക്കെ എന്താണ് വന്ന് മുട്ടയിടില്ല, അതിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങളും ചോദിക്കുക, ഏതെങ്കിലും 2 പഠിച്ചു വെക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റർ ആണല്ലേ. പോസ്റ്റർ ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും അല്ലേ. അതായത് ഹെൽത്തിനെ കുറിച്ചിട്ടാണ്, ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലേ. അതുപോലെ എന്താണ്, ലെറ്റ്സ് ബി ഗുഡ് ഫ്രണ്ട്സ് വിത്ത് ഹൈജീനില്ലേ, വൃത്തിയെക്കുറിച്ചിട്ട്, ഹൈജീനെ കുറിച്ചിട്ട് ചോദിക്കാം. അതുപോലെ മാലിന്യം നിക്ഷേപിക്കരുത്, അത് രോഗങ്ങൾ വിളിച്ചു വരുത്തും. മലിനജലം മരണജലം, നമുക്ക് വേണ്ടത് മാലിന്യമുക്ത ഗ്രാമം അല്ലേ. മാലിന്യമുക്തമായിട്ടുള്ളതാണ്, കൊതുകിനെ നശിപ്പിക്കൂ, നാടിനെ രക്ഷിക്കൂ. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ്, എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ. ലെറ്റസ് ജോയിൻ ഹാൻഡ്സ് ഫോർ എ ക്ലീൻ കൺട്രി അല്ലേ. ഒരു ക്ലീൻ കൺട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഒരുമിച്ച് കൂടാം. ഹൈജീൻ കീപ് ഡിസീസസ് എവേ അല്ലേ. വൃത്തി എന്താണ്, രോഗങ്ങളെ ദൂരെ നിർത്തും, എവേ ആയിട്ട് നിർത്തും. പോസ്റ്റർ ആകുമ്പോൾ ഇതുപോലത്തെ ചിത്രങ്ങളൊക്കെ വരച്ച് ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ മനോഹരമാക്കണം. എൻ്റെ പരിസ്ഥിതി വൃത്തിയുള്ള പരിസരം അല്ലേ. വൃത്തിശീലമാക്കൂ, രോഗം ഒഴിവാക്കൂ അല്ലേ. ശുചിത്വം മഹത്വം, എൻ്റെ നാട് ശുചിത്വ നാട്, ഇതൊക്കെ പോസ്റ്ററുകളാണ്.
അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പോസ്റ്ററോ പ്ലക്കാർഡോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കും. നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് മനോഹരമാക്കുക. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തന്നിട്ട് അത് ഗ്രൂപ്പ് ആക്കാനല്ലേ, ഓരോ കോളങ്ങളാക്കാനുണ്ടാവും. കുറച്ച് ധാന്യങ്ങൾ ഏതൊക്കെയാണ്? അരി, ഗോതമ്പ്, ചാമ, റാഗി, തിന, ഇതൊക്കെയാണ് ധാന്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് സെറീൽസ് അല്ലേ. അതായത് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ചേന, ചേമ്പ്, മരച്ചീനി. ഇനി പയർവർഗ്ഗങ്ങൾ ചെറുപയർ, വൻപയർ, കടല അല്ലെ, അതൊക്കെയാണ് പയർവർഗ്ഗങ്ങൾ. പച്ചക്കറികൾ, പഴങ്ങൾ, മത്സ്യമാംസങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ ഗ്രൂപ്പാക്കി തിരിക്കാൻ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മൾ ഈ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനാണ് പറയുന്നത്? നന്നായി വളരാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ, ഊർജ്ജം ലഭിക്കാൻ, വിവിധ പോഷകങ്ങളില്ലേ, നമുക്ക് പോഷകങ്ങൾ, ആരോഗ്യം, ഹെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊക്കെയാണ് ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പയറുവർഗ്ഗങ്ങൾ അല്ലേ, പാല്, ഇറച്ചി, മുട്ട, മീൻ അല്ലേ, ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്? ശരീര വളർച്ചയെ സഹായിക്കുന്നു. അല്ലെങ്കിൽ കാൽസ്യമുള്ളത് പാല്, മുട്ട അല്ലേ, കാൽസ്യം ലഭിക്കുന്നു, നമ്മുടെ ശരീരം വളരാൻ വേണ്ടിയിട്ടാണ്. ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും എന്തിനാണ്? ജോലികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കാനാണ്. അതുപോലെ പഴങ്ങളും പച്ചക്കറികളും രോഗങ്ങൾ വരാതിരിക്കാൻ, നമുക്ക് ഇമ്മ്യൂണിറ്റി ഹെൽത്ത് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പഴങ്ങളും പച്ചക്കറികളും കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്യാനായിരിക്കും ചോദിക്കുക. എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്, കുറയ്ക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? എണ്ണയിൽ വറുത്തതായിട്ട് നമ്മൾ അമിതമായിട്ടുള്ള ഉപയോഗം ശരീരത്തിൻ്റെ കൊഴുപ്പ് വർദ്ധിക്കും. എണ്ണയല്ലേ, അപ്പോൾ കൊഴുപ്പ് വർദ്ധിക്കും. ഇതുപോലെ പലവിധ രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ കുട്ടികൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? ദിവസം 6-8 ഗ്ലാസ് വെള്ളം കുടിക്കണം. ആഹാരശീലങ്ങളിൽ നമ്മൾ ഭക്ഷണം ചവച്ചരക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? നല്ലോണം ദഹിക്കാൻ വേണ്ടിയിട്ടില്ല. ചവച്ചരക്കാത്ത കഴിച്ചാൽ എന്താണ്? ദഹനം കിട്ടില്ലല്ലേ, അത് ഡൈജസ്റ്റ് ചെയ്യാതെ അവിടെ കിടക്കും. അപ്പോൾ നല്ലോണം ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത് ദഹനം കിട്ടാനാണ്, വിവിധ രുചികൾ തിരിച്ചറിയാനുമാണ്. ഓരോ ശീലങ്ങളും ശരിയോ തെറ്റോ, ടിക്കും ശരിയൊക്കെ തെറ്റൊക്കെ ഇടാനുണ്ടാവും. കൈ വൃത്തിയായി കഴിക്കാതെ ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ കഴിക്കാൻ പറ്റില്ല, തെറ്റാണ്. നന്നായി വേവിച്ച് കഴിക്കുക. അപ്പോൾ ശരിയായിട്ടുള്ളതും തെറ്റായിട്ടുള്ളതും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനല്ലേ, തെറ്റും ശരി ഇടാനുണ്ടാവും. അപ്പോൾ നമ്മുടെ ആരോഗ്യവും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. നമ്മുടെ സ്വന്തം പറമ്പിൽ നട്ടുവളർത്തുന്ന പഴങ്ങളും പച്ചക്കറികൾക്കും എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് അല്ലേ? നല്ല കീടനാശിനികൾ ഉപയോഗിക്കാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള പഴവും പച്ചക്കറി നമുക്ക് ലഭിക്കും അല്ലേ. അപ്പോൾ പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാം. അമിതമായി രാസവളം ഉപയോഗിക്കുന്നില്ല, കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല, നല്ല രുചിയും ഗുണവും ലഭിക്കുന്നു അല്ലേ, നല്ല ഗുണമുള്ളതായിട്ട് ലഭിക്കുന്നു. നമുക്ക് മാത്രമാണ് ഈ പച്ചക്കറി ഉപകാരപ്പെടുന്നത്, എല്ലാ പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും അല്ലേ, ആനിമൽസിന്, അണ്ണാനും മണ്ണീരാവക്കൊക്കെ ഈ വെജിറ്റബിൾസ് ഉപകാരപ്പെടുന്നുണ്ട്, പച്ചക്കറികൾ ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ. നമ്മുടെ തോട്ടത്തിൽ ഏതൊക്കെ ജീവികൾ വരാറുണ്ടല്ലേ, ഈ ജീവികൾ അണ്ണാൻ, എലി, ഉറുമ്പ് ഇതൊക്കെ വരാറുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ നടാതെ തന്നെ മുളക്, പപ്പായ തുടങ്ങിയ സസ്യങ്ങൾ വളർന്നു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയായിരിക്കും അല്ലെ? മുളകൊക്കെ അങ്ങനെ താനേ തൈകളില്ലേ, നമ്മൾ നടാതെ തന്നെ വരാറുണ്ടല്ലേ. അതെന്തുകൊണ്ടാണ്? വിത്ത് വിതരണത്തിന് സഹായിക്കുന്ന ജീവികളിൽ പ്രധാനമാണ് പക്ഷികൾ. അവ പഴങ്ങളും കായ്കളും ഭക്ഷിച്ചതിന് ശേഷം വിസർജിക്കുമ്പോൾ വിത്ത് പല സ്ഥലത്തിൽ വെച്ച് വീഴുന്നു. ഈ വിത്തുകൾ അവിടെ കിടന്ന് മുളച്ച് ചെടിയായി മാറുന്നു അല്ലെ. പക്ഷികളൊക്കെ എന്താണ്, അതൊക്കെ തിന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടും അല്ലേ. അപ്പോൾ എന്താണ്, അത് വിത്ത് മുളക്കി നമ്മൾ കുഴിച്ചിടാതെയും പച്ചക്കറികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ബർഗർ എന്താണ്, ആരോഗ്യകരമാണോ എന്നല്ലേ? ആരോഗ്യകരമല്ല, അമിതവണ്ണത്തിന് കാരണമാകുന്നു, രക്തത്തിൽ കൊഴുപ്പ് കൂട്ടുന്നു. അതുപോലെ എന്താണ് അല്ലേ, ഇങ്ങനെ ചേർക്കാനുണ്ടാവും. കിഴങ്ങ്, ചേമ്പ് ഇല്ലേ, ഒരേപോലത്തത് ചേരുമ്പടി ചേർക്കാനില്ലേ. ധാന്യം, ബാർലില്ലേ, ഇത് രണ്ടും എന്താണ്? ധാന്യമാണ്. മുട്ട മാംസമാണ്. ചെറുധാന്യം, ചാമ, എണ്ണ എന്താണ്? കൊഴുപ്പാണില്ലേ. ഇങ്ങനെ അതിന് അനുയോജ്യമായത് യോജിപ്പിക്കുക. അതുപോലെ നമ്മുടെ വിദ്യാലയത്തിൽ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ? കൃഷി ചെയ്യാനുള്ള സ്ഥലം ആദ്യം കണ്ടെത്തണം, വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തണം. അതുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ ശേഖരിക്കണം. എന്നിട്ട് എല്ലാവരുടെയും സഹായത്തോടെ അത് നടണം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഷുവറായിട്ട് ഇതിലേതെങ്കിലും 1 വേർഡെങ്കിലും ചോദിക്കില്ലേ. വിവിധ തരം തുണികളിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാബ്രിക്സ്, അതായത് പരുത്തി, ലിനന് അല്ലേ, സിൽക്ക് ഉണ്ട്, കമ്പിളി ഉണ്ട്. അതൊക്കെ എന്തിനാണല്ലേ, എന്താണ് സിൽക്ക് എന്നില്ല. കമ്പിളി എന്താണ്? ചെമ്മരിയാടിൻ്റെ തോല് കൊണ്ട് ഉണ്ടാക്കുന്ന കട്ടിയുള്ള വസ്ത്രമാണ് വൂള് അല്ലേ. സിൽക്ക് എന്താണ്? പട്ടുനൂൽ പുഴുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന തുണിയാണ് സിൽക്ക് എന്ന് പറയുന്നത്. നമ്മുടെ പരുത്തി, കോട്ടൺ തുണി എന്താണ്? നമ്മൾ ചൂടുകാലത്ത് ഉപയോഗിക്കുന്ന വസ്ത്രമാണല്ലേ, എന്ത് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അതെങ്ങനെയുള്ളതാവണം എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാം. പരുത്തി ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് പരുത്തിയിലെ കോട്ടൺ എന്ന് പറയുന്നത് അല്ലേ. ചെറുചണ എന്ന സസ്യത്തിൽ നിന്നാണ് ലിനൻ ഉണ്ടാക്കുന്നത്. പരുത്തിയേക്കാൾ, നമ്മുടെ കോട്ടൺ തുണിയേക്കാൾ പെട്ടെന്ന് ഉണങ്ങുന്നതാണ് ലിനൻ തുണികൾ. ഇപ്പോൾ ചൂടുള്ള കാലത്ത് നമുക്ക് കോട്ടൺ തുണികളും ലിനൻ തുണികളും അല്ലേ, പെട്ടെന്ന് ഉണങ്ങുന്നതും ഈർപ്പവും ഉള്ളതുമായിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടതില്ല. എങ്ങനത്തെ വസ്ത്രങ്ങളാണ് ധരിക്കുക അല്ലേ, തണുപ്പുള്ള കാലത്ത് എങ്ങനെയാണ് ഒക്കെ ചോദിക്കാം. ഇപ്പോൾ ഹെമ്പ് എന്ന് പറയുന്നത് ചണച്ചെടിയുടെ നാരിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. വൂൾ എന്താണ്? ചെമ്മരിയാടിൻ്റെതാണ്. പോളിസ്റ്റർ എന്താണ്? മനുഷ്യനിർമ്മിതമാണ് അല്ലേ. പോളിസ്റ്റർ തുണികൾ എന്താണ്? നമ്മൾ മനുഷ്യന്മാർ അല്ലേ, മാൻമെയ്ഡ് ആണല്ലേ, മനുഷ്യനിർമ്മിതമാണ് അല്ലേ. കുറേ കാലം നിലനിൽക്കുന്നത്, അതായത് ഭയങ്കര ചൂടുള്ള ഡ്രസ്സുകളാണല്ലേ. അപ്പോൾ നമ്മുടെ ചൂട് കാലത്ത് ഇടാൻ കഴിയില്ല, തണുപ്പ് കാലത്ത് പോളിസ്റ്ററുകൾ ഇടാം. നൈലോൺ എന്താണ്? ശക്തവും ഭാരം കുറഞ്ഞതും ഉരച്ചിലിനെ പ്രതിരോധിക്കുന്നതുമാണ് നൈലോൺ. ടെറി കോട്ടൺ ഉണ്ട്, മിനുസമാർന്ന തിളക്കമുള്ളതാണ്. സാറ്റിൻ തുണികൾ, നല്ല തിളങ്ങുന്ന ഡ്രസ്സില്ല, അതാണ് സാറ്റിൻ.
അപ്പോൾ കമ്പിളിയെ പോലെ തോന്നിപ്പിക്കുന്ന ചൂടുള്ള തുണിയാണ് അക്രൈലിക് തുണികൾ. വെൽവെറ്റ് ഉണ്ടല്ലേ, വെൽവെറ്റ് ആഡംബരവും മൃദുവായിട്ടുള്ള മിനുസമുള്ള വെൽവെറ്റ് തുണികൾ നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഇത്രയും ക്ലോത്ത്സ് തുണികളാണുള്ളത്. എന്നാലും നമ്മൾ ചൂടുകാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് സവിശേഷതകളില്ലേ, എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ ചൂടുകാലത്ത് ഉണ്ടാകുന്നത്? അതായത് നല്ല വായുസഞ്ചാരം, ലൂസുള്ള ഡ്രസ്സായിരിക്കണം, നല്ല സൂര്യപ്രകാശം കിടക്കുന്ന വായുസഞ്ചാരമുള്ളതായിരിക്കണം, പെട്ടെന്ന് ഉണങ്ങുന്നതായിരിക്കണം അല്ലേ, അതുപോലെ എന്തെങ്കിലും സവിശേഷതകൾ. ഇത് ചൂടുകാലത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് തണുപ്പ് കാലത്തിലെ റെയിനി സീസൺസിൽ ഇടാൻ പറ്റുന്ന വസ്ത്രത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം ചോദിക്കാവുന്നതില്ലേ. വിച്ച് ക്ലോത്ത് വിൽ ബി സ്യൂട്ടബിൾ ഫോർ ദി റെയിനി സീസൺ അല്ലേ. റെയിനി സീസൺസ് മഴക്കാലത്ത് ഏത് തരം ഡ്രസ്സാണ് നമുക്ക് ധരിക്കേണ്ടത് അല്ലേ? വേഗത്തിൽ ഉണങ്ങുന്നതായിരിക്കണം അല്ലേ, മഴയാണ്, അതുകൊണ്ട് തന്നെ ചില ഡ്രസ്സൊക്കെ എന്താണ് ഉണങ്ങാതെ കിടക്കൂലേ. ക്ലോത്ത് ദാറ്റ് ഡ്രൈ ക്വിക്ക്ലി അല്ലേ, പെട്ടെന്ന് ഉണങ്ങുന്നതായിരിക്കണം. നോൺ വാട്ടർ അബ്സോർബൻറ്റ്, ജലം ആഗിരണം ചെയ്യാത്തതായിരിക്കണം. ക്ലീൻ ചെയ്യാൻ ഈസി ഉള്ളതായിരിക്കണം അല്ലേ. എൻഷ്യൂർ ബ്രീത്തബിലിറ്റി, ശ്വസനക്ഷമത ഉറപ്പുവരുത്തുന്നതാവണം അല്ലേ. ബ്രീത്തബിലിറ്റി ഉറപ്പുവരുത്തുന്നതായിരിക്കണം. വെള്ളം അകറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. വാട്ടർ റെപ്പലൻ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയല്ലേ പെട്ടെന്ന് ഉണങ്ങുന്നത് ഇല്ലേ, അതായത് ജലാകിരണ വാട്ടർ അബ്സോർബൻ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ മഴക്കാലത്ത് എങ്ങനത്തെ വസ്ത്രങ്ങളാണ് ഇടുന്നത്, ചൂടുകാലത്ത് എങ്ങനത്തെ വസ്ത്രങ്ങളായിരിക്കണം നമ്മൾ ഇടേണ്ടത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം. നമ്മുടെ പോളാർ റീജിയനിൽ കാണുന്ന ജീവികൾ ഏതൊക്കെയാണല്ലേ, പോളാർ ബിയർ, പെങ്കിൻസ് അല്ലെ, ചെമ്മരിയാട് അല്ലേ, അങ്ങനെ ചോദിക്കാം. അതുപോലെ കോട്ടൺ തുണി ഏതാണ്, പോളിസ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ലിനൻ തുണി അല്ലെ, സിൽക്ക്, വൂള്, ഹെമ്പ്, നൈലോണ്, സാറ്റിന്, വെൽവെറ്റ് നല്ല മിനുസമുള്ളതിൽ, അക്രൈലിക്, ടെറിക്കോട്ടൺ, ഇതൊക്കെയാണ് ഇത്രയും വസ്ത്രങ്ങളിലെ തുണികൾ. റോഡും പരിസരവും അല്ലേ, റോഡ് ആൻഡ് സറൗണ്ടിങ്സിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വഴിയിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. വലതുവശം ചേർന്ന് നടക്കുക അല്ലേ, കൂട്ടം കൂടി നടക്കരുത്, നടപ്പാതയിലൂടെ മാത്രമേ നടക്കാവൂ, സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ അതിലൂടെ ക്രോസ് ചെയ്യണം. ഈ വെള്ള ലൈൻസിലെ മൊബൈലിൽ സംസാരിച്ച് റോഡ് കിടക്കരുത്. അപ്പോൾ സുരക്ഷാ മാർഗ്ഗങ്ങളില്ലേ അത് ചോദിക്കാം. അതുപോലെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. തലയും കൈയും കാലിൽ നിന്ന് പുറത്തിടരുത് അല്ലേ, ചാടി കയറരുത് അല്ലേ, ഹെൽമെറ്റ് ധരിക്കണം അല്ലേ, വാഹനത്തിലിരുന്ന് പുറത്തേക്ക് തുപ്പരുത് അല്ലേ, സുരക്ഷിതമായിട്ട് പിടിച്ചിരിക്കണം, വാഹനം നിർത്തിയ ശേഷം മാത്രം ഇറങ്ങുക അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ റെഡ് ലൈറ്റ് കത്തുന്നത് എന്തിനാണ്, സ്റ്റോപ്പിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. ഗ്രീൻ എന്താണ്, നമുക്ക് പോകാനല്ലേ, പ്രൊസീഡ് ചെയ്യാനുള്ളതാണ്. യെല്ലോ അതിൻ്റെ ഇടയിൽ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അതുപോലെ ഓരോ സൈൻസ് തന്നിട്ട് എന്താണെന്ന് ചോദിക്കും. ഈ വെട്ടിടുന്നത് എന്താണ്, അത് ചെയ്യരുതില്ലേ, സൈക്കിളിൽ ഇവിടെ യാത്ര ചെയ്യരുത്, നടക്കരുത് ഇതിലൂടെ അല്ലേ, ഈ ഇടത്തോട്ട് തിരിയരുത്, വലത്തോട്ട് തിരിയരുത് അല്ലേ, അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ഈ വെട്ടിടുന്നത് അല്ലേ. എന്താണ്, സ്പീഡ് പരിധിയാണല്ലേ, 50 അത്രേ പോകാൻ പറ്റുള്ളൂ, സ്പീഡിൻ്റെ പരിധിയാണ് അല്ലേ. ഹോണിൻ്റെ ചിഹ്നം ഇട്ടിട്ട് വെട്ടിട്ടുണ്ടല്ലേ, ഇവിടെ ഹോൺ അടിക്കരുതില്ലേ, ഇവിടെ സ്കൂളുണ്ടല്ലേ, അങ്ങനത്തെ കുറച്ച് ചിഹ്നങ്ങളുണ്ടല്ലേ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒരു കുട്ടിയുടെ ചിഹ്നം കണ്ടാൽ ഇവിടെ സ്കൂളുണ്ട് എന്നുള്ളതാണല്ലേ. റെയിൽവേ ക്രോസിംഗ് ഇല്ലേ, ഇങ്ങനത്തെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഇതുണ്ടെങ്കിൽ റെയിൽവേ ക്രോസിംഗ് ആണ്. ഇങ്ങനെ പാർക്കിങ്ങിന് പി എന്നിടും, ഇങ്ങനെ വെട്ടിട്ടാൽ നോ പാർക്കിങ്ങില്ലേ, ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യരുത് എന്നാണ്. ഇവിടെ സ്കൂളുണ്ട്, ഇവിടെ ഹോസ്പിറ്റൽ, ഇതെന്താണ് ഹോൺ അടിക്കരുതില്ലേ, ഇങ്ങനെ തെറ്റിട്ടാൽ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പരിക്ക് പറ്റിയാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെ, മുറിവ് കൈകിട്ട് കാലുയർത്തി വെക്കുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ മുറി കെട്ടുക, അതൊക്കെ ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക അല്ലേ, അതിൻ്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം എന്താണ്, ജീവൻ നിലനിർത്തുക അല്ലേ, നിലവിലുള്ള ഈ അവസ്ഥ മോശമാക്കാതിരിക്കാൻ അല്ലെ, ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെയാണ് ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റില്ലേ, ആ ഒരു കിറ്റിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെ. ചില ഫസ്റ്റ് എയ്ഡ്സ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതില്ലേ, അതായത് ഡോഗ് ബൈറ്റില്ലേ, പട്ടി കടിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കത്തിയാൽ ബേൺസ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെ, പാമ്പ് സ്നേക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അല്ലേ, പാമ്പ് കടി എത്തിയാൽ എന്താണ്, കെട്ടാനൊന്നും ചെയ്യരുത് അല്ലേ, ആ ഭാഗം എന്താണ് ചെയ്യേണ്ടത് അല്ലേ. ഒരു ഡോഗ് പട്ടി കടിച്ചാൽ എന്താണ്, ആ ഭാഗം നല്ലോണം കഴുകണം. നമ്മൾ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡുകളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അതായത് തലചുറ്റലുണ്ടാകുമ്പോൾ പൊള്ളലേറ്റാൽ എന്ത് ചെയ്യണം അല്ലേ, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്ത് ചെയ്യണം, പട്ടി കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് അല്ലേ. ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം കഴുകുക, കടിയേറ്റ ഭാഗം ഉയർത്തി വെക്കുക, കടിയേറ്റ വാളെ ഭയപ്പെടുത്താതിരിക്കുക അല്ലേ, അത് പാമ്പ് കടി ഏൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അമിത രക്തസ്രാവം ഉണ്ടെങ്കിൽ വൃത്തിയുള്ള തുണിയോ മറ്റോ കൊണ്ട് അമർത്തി പിടിക്കുക, എത്രയും വേഗം വൈദ്യസഹായം അതായത് ഡോക്ടറെ കാണിക്കുക. അതുപോലെ തന്നെയാണ് പാമ്പ് കടി ഏറ്റാലില്ലേ, പാമ്പ് കടി ഏറ്റാൽ എന്താണ് അല്ല, അവിടെ എന്താണ് മുറുകി നിൽക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഫസ്റ്റ് എയ്ഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, രോഗാണുക്കൾ മുറിവിലെത്തുന്നത് തടയാൻ കഴിയുന്നു അല്ലേ, പ്രിവെൻറ്റ് ബ്ലീഡിങ്. അതുപോലെ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, കത്രിക, സിസേഴ്സ് ഉണ്ടാവും. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, പഞ്ഞി, വൃത്തിയുള്ള ബാൻഡേജ്, സോപ്പ്, ചവണ, ബ്ലേഡ്, ഗ്ലൗസ് ഇല്ലേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവുക. ഇത് നമ്മുടെ എർത്തിൻ്റെ അല്ലേ 7th ചാപ്റ്റർ, ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ്, സെയിലറാണ്, മെഗല്ലനാണല്ലേ. അപ്പോൾ ആരാണെന്നുള്ളത് ചോദിക്കാം, മെഗല്ലനാണ്. ഭൂമിയുടെ ചെറു മാതൃകയാണ് നമ്മുടെ ഗ്ലോബിൽ കടലും കരഭാഗവും ഉണ്ട്. ഇതിൽ കരഭാഗത്തിൻ്റെ ഇരട്ടിയധികം കടലാണുള്ളത്, അതായത് നീല നിറത്തിലാണ് കടലുള്ളത്. നമ്മളെ ഗ്ലോബിൽ ചിത്രീകരിച്ചിരിക്കുന്ന നീല പോർഷൻ, ആ ഭാഗമാണ് കടൽ ഭാഗം, അതാണ് കരയേക്കാൾ കൂടുതൽ ഈ കടൽ നീല പോർഷനാണുള്ളത്. മറ്റ് നിറങ്ങൾ എന്താണ്, കരഭാഗത്തെ സൂചിപ്പിക്കുന്നു.
അതുപോലെ ആകാശത്ത് എന്തൊക്കെയുള്ളത്? സൂര്യനുണ്ട്, എർത്തുണ്ട്, മൂണുണ്ട്, സ്റ്റാർസ് ഉണ്ട്. സൂര്യൻ എന്താണ്? ഒരു നക്ഷത്രമാണല്ലേ, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് ഏത്? സൂര്യൻ അല്ലേ. ഭൂമിൻ്റെ ഏറ്റവും അടുത്തുള്ളതാണ് സൺ എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു വലിയ ഗോളമാണ്. അത് ചെറുതായിട്ട് നമ്മളെന്താണ് ദൂരെ നിന്ന് നോക്കുന്നത് കൊണ്ടാണ് നമുക്കത് ചെറുതായിട്ട് തോന്നുന്നത്. അത് വളരെ വലുതാണ് അല്ലേ. ഭൂമിയിലെ പ്രധാന ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? സൂര്യനാണ് പ്രധാന ഊർജ്ജ സ്രോതസ്സ്, എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമാണ് ചന്ദ്രന്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല, ഇരുട്ടാണ് തരുന്നത് അല്ലേ. പ്രകാശം ഫലിപ്പിക്കുന്നത് ആരാണ്? സൂര്യനാണ് അല്ലേ. നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ കളർ എന്താണ്? മുകളിൽ ഓറഞ്ച്, താഴെയാണ് പച്ച അല്ലേ, നടുവിൽ വെള്ള, അശോക ചക്രമുണ്ട്, 24 സ്പോക്സ് അല്ലേ, 24 ചക്രങ്ങളാണുള്ളത്. അതുപോലെ എന്താണ് അതിൻ്റെ ബോർഡേഴ്സിൽ അതിർത്തികൾ ഏതൊക്കെയാണ്? കിഴക്ക് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, പടിഞ്ഞാറ് അറബിക്കടലാണ്, വടക്ക് ഹിമാലയൻ പർവ്വതനിരകളാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ബോർഡേഴ്സ്, അതിർത്തികൾ. ഈ ചാപ്റ്ററിൽ എന്താണ് കുറേ കേരളവുമായിട്ടും മാപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസിൽ അതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ വർഷം ചില സ്കൂളിൽ ചോദിച്ചത് എങ്ങനെയാണില്ലേ, ഇങ്ങനത്തെ കേരളത്തിൻ്റെ മാപ്പ് തന്നിട്ട് എന്താണില്ലേ, നമ്മുടെ കാസർഗോഡ് എന്താണ് കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണില്ലേ. അതുപോലെ ഇടുക്കി എന്താണ് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നത്, അതിർത്തിയാണിത്. അപ്പോൾ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മാപ്പ് എന്നില്ലേ ചിത്രം തരും, അതിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയും അല്ലേ. അപ്പോൾ ഏറ്റവും വലുതേതാണ് ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഏറ്റവും ചെറുതേതാണ്? ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ പഠിച്ച് വെക്കണമെന്നില്ല, എന്നാൽ ഇതിൽ അങ്ങനത്തെ മാപ്പ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പം നമ്മുടെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ് അല്ലേ. അതുപോലെ ഈ കോട്ടയം എന്താണ്? മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അല്ലേ. ഇവിടെ എവിടെയും ചുറ്റപ്പെട്ട് കിടക്കുന്നില്ലല്ലോ. ഇതിൻ്റെ ഈ കോട്ടയത്തിന് മാത്രമേ ഉള്ളൂ ചുറ്റും ജില്ലകളുള്ളത് അല്ലേ. ഇതിൻ്റെ ഒന്നും ചുറ്റുമില്ല, പാലക്കാടിന് ഇപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ കോട്ടയത്തിൻ്റെ ചുറ്റും ജില്ലകളുണ്ട്. അതൊക്കെ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടുന്നതാണല്ലേ. നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്, നമ്മുടെ ക്യാപിറ്റൽ ഏതാണ്, അങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഹോം ആൻഡ് നെസ്റ്റ് അല്ലേ, വീടും കൂടും അല്ലേ. കൂടുണ്ടാക്കുന്നവയുണ്ട് മരത്തിൽ, കൂടുണ്ടാക്കാത്തവയുണ്ടല്ലേ. ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ബിൽഡ് നെസ്റ്റ് അല്ലേ. നെസ്റ്റ് ഉണ്ടാക്കാത്തവയും കൂടുണ്ടാക്കുന്നവയും, നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നവരാണ് ക്രോക്സ് അല്ലേ, കാക്ക, വുഡ്പെക്കർ, മൈന, സ്പാരോ അല്ലേ. ഈ കൂടുണ്ടാക്കാത്തവരതൊക്കെയാണ് പീജിയൻ, ഡക്ക്, ഹെൻ. ഇതൊക്കെ നമ്മുടെ കൂട്ടിലാണ്, അവർ കൂടുണ്ടാക്കുന്നില്ല ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ എക്സാമ്പിൾ പഠിച്ച് വെക്കുക. ഓരോ കൂടുകളും മാച്ച് ചെയ്യാനുണ്ടാവില്ലേ. ക്രോൻ്റെ, കാക്കൻ്റെ കൂടെ ഏതാണ് അല്ലേ, ആൻറ്റിൻ്റെ കൂടെ ഏതാണ്, അതൊക്കെ നിങ്ങൾക്കറിയാലോ. അതുപോലെ മരത്തിലല്ലാതെ കൂടുണ്ടാക്കുന്നവയുണ്ടല്ലേ, മണ്ണിൽ കൂടുണ്ടാക്കുന്നവല്ലേ. എർത്ത് വേംസൊക്കെ മണ്ണിലാണ് കൂടുണ്ടാക്കുന്നതില്ലേ. അതുപോലെ സോയിലാണ് ആൻഡിലെ ഉറുമ്പുകൾ കൂടുണ്ടാക്കുന്നത്. അതുപോലെ എന്തിനാണ് നമ്മൾ വീടുകൾ ഉണ്ടാക്കുന്നത്? ബിൽഡ് ഹൗസിലെ എന്തിനാണ്? നമുക്ക് സുരക്ഷിതമായിട്ടില്ലേ, സേഫായിട്ട് ലീവ് ചെയ്യാനാണ്. അത് ഫോർ കീപ്പിംഗ് അസ് അവേ ഫ്രം റെയിൻ ആൻഡ് സൺലൈറ്റിലെ, മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഓരോന്നിനൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് എന്താണ് പഠിക്കാനും ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസാണ്, ഒരു പ്ലേസാണ്. അതുപോലെ ഫുഡ് പാകം ചെയ്യാനുള്ളത്, റെസ്റ്റ് എടുക്കാനും സ്ലീപ്പ് ചെയ്യാനൊക്കെ എന്തിനൊക്കെയാണ് വീട് ഉപയോഗിക്കുന്നത്. അതുപോലെ അപ്പോൾ ഇതിലെന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസ് ഉണ്ട്. ഹൗസിൻ്റെ നെയിംസ് തന്നിട്ടുണ്ടല്ലേ, ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി അല്ലേ. ഹൗസ് ബിൽഡ് ഓൺ പില്ലാസ് ആണ്. ഇതെന്താണ്? ഗ്ലാസ് ഹൗസ് ആണ്. ഇത് ഇഗ്ലു ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? 3D പ്രിൻറ്റഡ് ഹൗസ് ആണ്. അപ്പോൾ നെയിം തന്നിട്ടുണ്ടാവും, നിങ്ങളത് ക്ലാസിഫൈ ചെയ്താൽ മതി. ഇപ്പോൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സ്കൂൾ എന്തിനാണ്? എഡ്യൂക്കേഷൻ. ഹോസ്പിറ്റൽ എന്തിനാണ്? നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ. ബാങ്ക് എന്തിനാണ്? പണമിടപാടിനാണ്. പോലീസ് സ്റ്റേഷൻ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. പഞ്ചായത്ത് എന്തിനാണ്? വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. റെയിൽവേ എന്തിനാണ്? ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. KCB ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സപ്ലൈകോ ഫുഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നെയിംസും അതെന്തിനാണ് യൂസ്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, സർവീസ് എന്താണെന്നും പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ വെറും അരമണിക്കൂർ അല്ലെ 40 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഫുൾ ബുക്കിലെ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ എല്ലാവരും കൂടെ തന്നെ പഠിച്ചില്ലേ. ഈ പഠിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി വായിച്ച് നോക്കുക അല്ലേ. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഷുവറായിട്ട് നാളത്തെ എക്സാമിന് പാസ്സാവുന്നതാണ്. അതുപോലെ ഇതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളും പഠിക്കുക, നിങ്ങൾ പാസ്സാവട്ടെ. ലൈക്ക് ചെയ്യാനും മറക്കരുത്.